ലാബ് എല്ലാവരും ചെയ്തോ? ഇമ്മേഴ്സീവ് ലാബിന്റെ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിലെന്തേലും ഡൗട്ട്സ് ഉണ്ടോ? ചെയ്തേല്? ഇല്ല, ഇല്ല. ഓക്കെ. ഇതുവരെയുള്ള നോട്ട്സും കാര്യങ്ങളും നിങ്ങൾ വായിച്ചായിരുന്നോ? ഇതുവരെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന നോട്ട്സ്? വായിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ബാക്കിയുള്ളവരും വായിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് പോവാം. ഓക്കെ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നില്ലേ? കാണുന്നുണ്ട് വിചാരിച്ചു. കാണാം. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തേക്കുന്ന ത്രെഡ് ഇൻ്റലിജൻസ് വരെയല്ല എടുത്തേക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ത്രെഡ് ഇൻ്റലിജൻസ് അല്ല അവസാനമായിട്ട് എടുത്തേ. ഓർമ്മല്ലേ? അതെ, അതെ. ഓക്കെ. ഇനി നമുക്ക് ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസ് IH ഓർ IR എന്നൊക്കെ കേൾക്കുന്ന അങ്ങനെ ആയിരിക്കും ആ ഒരു ടെർമിനോളജി യൂസ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് എന്താണെന്നുള്ള കാര്യം നമുക്കിന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ. സോ ഇന്നത്തോടു കൂടി ഈ ഒരു നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഭാഗമാണ് ഈ സെക്കൻഡ് മൊഡ്യൂൾസിലും കാര്യങ്ങളായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് അതുപോലെ തന്നെ റെസ്പോൺസിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. സോ ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസ് ഈസ് എ സ്ട്രക്ചേർഡ് പ്രോസസ് ഓഫ് മാനേജിങ് ആൻഡ് റെസ്പോണ്ടിങ് സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് ഓർ സൈബർ അറ്റാക്സ്. ഓക്കെ. ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ഓർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്തിന്? നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ വന്നു. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്സസ് പുറത്തുനിന്ന് ഒരാൾ ഒരു ഹാക്കർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു സൈബർ അറ്റാക്കിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ നമ്മൾ മാനേജ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയും. അതായത് ഇൻസിഡൻറ്റ് വന്നാൽ അതിനോട് റെസ്പോൺസ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതാണ് ക്ലിയർ. ഇൻസിഡൻറ്റ് റെസ്പോൺസ്. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേൾക്കാൻ ചാൻസസ് ഉള്ള കൂടുതൽ വേർഡ്സിൽ പെട്ട ഒരു വേർഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെർമിനോളജിയാണ് ഈ ഒരു IR ഓർ IH എന്ന് പറയുന്നത്, ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ഓർ റെസ്പോൺസ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു സൈബർ അറ്റാക്ക് ഓർ ഇൻസിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനോട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴി എന്ത് ചെയ്യാം, ആ ഒരു ഇൻസിഡൻറ്റിനെ മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഇൻവോൾവ് സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു സിസ്റ്റമാറ്റിക്കലി ഐഡൻറ്റിഫൈ, മാനേജ് ആൻഡ് റിസോൾവ് സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് ടു മിനിമൈസ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇൻസിഡൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ഓഫ് സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻസിഡൻറ്റിനോട് നമ്മൾ റെസ്പോൺസോ അല്ലെങ്കിൽ മാനേജോ ചെയ്യുന്നത്. അതുവഴി എന്ത് ചെയ്യും, നമുക്ക് സിസ്റ്റമാറ്റിക്കലി ആ ഒരു ത്രെറ്റിന് അല്ലാന്നിട്ട് സൈബർ അറ്റാക്കിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവ് സെക്യൂരിറ്റി ഇൻസിഡൻറ്റ്, ആ ഒരു സെക്യൂരിറ്റി ഇൻസിഡൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാനും പറ്റും. അതുകൂടാതെ തന്നെ എന്ത് വരും, ആ ഒരു സൈബർ അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാനായിട്ട് സാധിക്കും. ആ ഒരു പെട്ടെന്നൊരു അറ്റാക്ക് വരുന്ന നേരത്ത് അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ട് ആ ഒരു അറ്റാക്കിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയാൻ എന്ത് ചെയ്യും, ആ ഒരു അറ്റാക്കിന്റെ ഇമ്പാക്റ്റ് കുറയില്ലേ? അപ്പൊ അതുപോലെ തന്നെ അത് തന്നെയാണ് എന്ത് ഈ ഒരു IR എന്ന് പറയുന്നത്, ഇൻസിഡന്റ് റെസ്പോൺസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതുവഴി നമുക്ക് ആ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. ദ പ്രൈമറി ഗോൾ ഓഫ് IH ഓർ IR ഈസ് ടു റീസ്റ്റോർ നോർമൽ ബിസിനസ് ഓപ്പറേഷൻ ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ വൈൽ മിനിമൈസിങ് ദ ഇമ്പാക്റ്റ് ഓൺ ദ ബിസിനസ് കണ്ടിന്യൂറ്റി. ഓക്കെ. ഒരു ഓർഗനൈസേഷൻ എന്താണ്, അവർ ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു അറ്റാക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു എൻ്റയർ വർക്കിംഗ് എന്ത് ചെയ്യും, നിലച്ചു പോകും. ഇപ്പോൾ ആ ഒരു രീതിയിലുള്ള അറ്റാക്കൊക്കെയാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ലൈക്ക് റാൻസം വെയർ അറ്റാക്കോ ആ ഒരു രീതിയിലുള്ള അറ്റാക്കോ കാര്യങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എൻ്റയർ ബിസിനസ് എന്താവും, എൻ്റയർ ബിസിനസ് കണ്ടിന്യൂറ്റിനെ അത് ബാധിക്കും, ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അത് മിനിമലൈസ് ചെയ്യുക, അത് കുറക്കുക, ആ ഒരു ഇമ്പാക്റ്റ് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസിഡൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ ഓർഗനൈസേഷനിലും നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇമ്പാക്റ്റിൽ നിന്നും ക്വിക്ക്ലി നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റിസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട് എന്നാണ്.
ആ ഒരു കീ സ്റ്റെപ്സ് ആണ് ഇനി എന്ത് ചെയ്തേക്കുന്നത് താഴെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി നോക്കുമ്പോൾ ഇവിടെ എത്ര സ്റ്റെപ്പ് വരുന്നുണ്ട്? 9 സ്റ്റെപ്പാണ് വരുന്നത്. പ്രിപ്പറേഷനിൽ തുടങ്ങിയിട്ട് പോസ്റ്റ് ഇൻസിഡന്റ് ആക്ടിവിറ്റീസ് വരെയാണ് എന്ത് വരുന്നത്? അടങ്ങിയിട്ടുള്ള ഒരു 9 സ്റ്റെപ്പാണുള്ളത് ഇതിനകത്ത് ഇൻസിഡന്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസിനകത്ത് വരുന്നത്. സോ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ദിസ് ഫേസ് ഇൻവോൾവ്സ് പ്രിപ്പയറിംഗ് ദ ഓർഗനൈസേഷൻ ടു എഫക്റ്റീവ്ലി ഹാൻഡിൽ പൊട്ടൻഷ്യൽ ഇൻസിഡൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന നേരത്ത് എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആണ്. ആ ഒരു ഇൻസിഡൻറ്റ് വന്നു അതിനോട് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും? പെർഫോമിംഗ് ഓഡിറ്റ്സ് ഓഫ് റിസോഴ്സസ് ആൻഡ് അസറ്റ്സ് ടു ഡിറ്റർമൈൻ സെക്യൂരിറ്റി നീഡ്സ്. ഇപ്പോൾ അവിടെ വന്നേക്കുന്നത് അവിടെ ഇപ്പോൾ ഒരു അറ്റാക്ക് നടക്കുന്ന നേരത്ത് എന്ത് ചെയ്യണം? അവിടെ സെക്യൂരിറ്റിയിൽ പലതരത്തിലുള്ള അസറ്റ്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ റിസോഴ്സസിനും കാര്യങ്ങളിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ലൈക്ക് ഒരു ഫയർവാൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫയർവാൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിനെ തടയാൻ ആ ഒരു അറ്റാക്കിനെ തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഫയർവാളും കാര്യങ്ങളും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ ഇന്ന ടെക്നോളജീസ് ആണ് ഉള്ളത് എന്നുള്ള അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് എന്തായിരിക്കണം? ഇതുപോലെ ഓഡിറ്റ്സിനും റിസോഴ്സും അസറ്റ്സും ഒക്കെ എന്തായിരിക്കണം? നമ്മൾ ആ ഒരു സെക്യൂരിറ്റി നീഡ്സിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യണം. അപ്പോൾ ആ ഒരു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കണം? ഇതുപോലെ ഓഡിറ്റ്സും അതുപോലെ തന്നെ റിസോഴ്സസും യൂസ് ചെയ്യും. ദെൻ ഡിഫൈനിങ് റൂൾസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഗൈഡ് ദ IH ആൻഡ് IR പ്രോസസ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ലൈക്ക് ഈ ഒരു ഇൻസിഡന്റ് ഹാൻഡ്ലിംഗ് ആൻഡ് റെസ്പോൺസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതുപോലെ ഈ ഒരു അസറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താ ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യും? എന്നിട്ട് അവിടെ വരുന്ന റൂൾസ് ആൻഡ് പോളിസീസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ ഒരു IHലും IRലും വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോയിട്ട്. ഇന്ന റൂളുകൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഇൻസിഡന്റിനെ നമ്മൾ റിസോൾവ് ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിൽ നിന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഓർഗനൈസേഷനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം റൂൾസുകൾ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ ഇത്തരം പോളിസീസും പ്രൊസീജിയേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു IR പ്രോസസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് കാര്യം എന്ത് ചെയ്യും? ഡിഫൈൻ ചെയ്യും. ദെൻ ബിൽഡിംഗ് ആൻഡ് ട്രെയിനിങ് ആൻഡ് ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. അവിടെ എന്ത് ചെയ്യും? ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് ടീമിനെ ട്രെയിൻ ചെയ്യും. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇൻസിഡന്റ് റെസ്പോൺസ് ടീമിനെ ബിൽഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ? ഈ ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് ടീം എന്ന് പറയുമ്പോൾ ലൈക്ക് അവിടെ അങ്ങനെ ഒരു ടീമായിട്ട് ഉണ്ടാവുകയല്ല ചെയ്യുക. ലൈക്ക് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു ടീം പെട്ടെന്ന് ബിൽഡ് ചെയ്യുക. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ലൈക്ക് ഒരു 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 മേഖലയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ് സൈഡിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഒരു അറ്റാക്ക് നടന്നേക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാർ എന്ത് വേണ്ടി വരും? അവിടെ നിന്ന് എടുക്കും. കാരണം എന്താ വെച്ചാൽ അവർക്കാണ് അവിടെ എവിടെ വന്നേക്കുന്നത്, അറ്റാക്ക് എങ്ങനെ വന്നേക്കുന്നത്, അതൊക്കെ സിസ്റ്റം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് ടീമിൽ നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ആവശ്യമുള്ള ടീം മെമ്പേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള കൊളീഗ്സ് ആണ് ലൈക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആരൊക്കെ അവരെ ആ ഒരു ടീമിലേക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ലൈക്ക് ഇപ്പോൾ ആ ഒരു ലൈക്ക് നമ്മളിപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഡെവലപ്മെന്റ് സൈഡിലാണ് അറ്റാക്ക് നടന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. അവരുടെ ആ ഒരു വർക്ക് ഫ്ലോ എന്ത് ചെയ്യാണ്? കുറച്ചും കൂടെ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും? ഇതുപോലെ ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്യും. ദെൻ ഗാദറിങ് നെസസറി ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് ഫോർ ഇൻസിഡന്റ് ഹാൻഡ്ലിംഗ്. ആ ഒരു ഇൻസിഡന്റ് ഹാൻഡിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെസസറി ടൂൾസ് ആൻഡ് എക്വിപ്മെന്റ് എന്ത് ചെയ്യും? ഇതുപോലെ ഗ്യാദർ ചെയ്യും. നമ്മൾ ഇതുപോലെ ഇപ്പോൾ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ടൂൾസും ടെക്നോളജീസും എന്ത് ചെയ്യും? നമ്മൾ ഇതുപോലെ ഗ്യാദർ ചെയ്യും. ദെൻ ട്രെയിനിങ് എംപ്ലോയീസ് ഓൺ ഹൗ ടു സെക്യൂർ ദെയർ സിസ്റ്റം ആൻഡ് അക്കൗണ്ട്സ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പം തന്നെ എന്ത് ചെയ്യും? അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് എംപ്ലോയീസിന് എന്ത് ചെയ്യും? നമ്മളിതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ലൈക്ക് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സിസ്റ്റത്തിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റഡ് ആക്കണം. ഇപ്പോൾ ലൈക്ക് സെക്യൂരിറ്റി ഇപ്പോൾ പാസ്വേഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ലൈക്ക് അവർക്കുള്ള ഒരു കമാൻഡ്സും കാര്യങ്ങളും കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ട്രെയിനിങ് കൊടുക്കും. ഓക്കെ. സോ ഇത്രയാണ് ഫസ്റ്റ് ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ വരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസിഡന്റ് റെക്കോർഡിംഗ് ആൻഡ് അസൈൻമെന്റ്. ഈ ഒരു സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ? അതിന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഫേസ് ഇൻവോൾവ്സ് ദ ഇനീഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ ഇൻസിഡന്റ്. നമ്മൾ എന്ത് ചെയ്യണം? എന്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് പോകുന്ന നേരത്ത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് നമ്മളിപ്പോൾ ലൈക്ക് അവരോട് പോയി സംസാരിക്കുക. ഇപ്പോൾ നമ്മളെ മുകളിലുള്ള ഒരു എന്ത് വരുന്നുണ്ട്? ടീമേറ്റ് വരുന്നുണ്ട്. നമുക്ക് അയാളുടെ കീഴിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. നമ്മളെ ലീഡ്.
അപ്പൊ ആളോട് നമ്മള് നേരിട്ട് സംസാരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് കാര്യം ചെയ്യാണെന്ന് എന്ത് ചെയ്യണം? അത് ഡോക്യുമെന്റ് ചെയ്യണം. കാരണം അതാണ് അതിനൊരു തെളിവുള്ള ഇപ്പോൾ ലൈക്ക് നിങ്ങളെന്ത് ചെയ്യാണ് നിങ്ങളുടെ ലീഡിനോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്തു. അതിലിപ്പോ അയാളോട് ചോദിച്ച അത് കൺഫർമേഷനും കാര്യങ്ങളും എടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഒരു വർക്കും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്തേക്കുന്നത്. ഇപ്പൊ ലൈക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ അയാളോട് ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ അയാൾ കൺഫേം ചെയ്തിട്ട് പറഞ്ഞു എന്താ അങ്ങനെ ചെയ്തോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതുമൂലം എന്തെങ്കിലും എറർ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പറയാണ് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുണ്ടാവുമോ? അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്? ഇല്ല. അപ്പൊ അതിന് ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യണം. ത്രൂ മെയിൽ. അവിടെ ഏതാണ് ആ ഒരു ഓർഗനൈസേഷൻ എന്താണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ഡോക്യുമെന്റേഷൻ തയ്യാറാക്കണം. അത് എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ ഈ ഒരു ഇൻസിഡന്റ് ഹാൻഡ്ലിങ്ങിന്റെ കാര്യത്തിലല്ല, നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന നേരത്ത് എന്തായിരിക്കണം, ഇതുപോലെ ലൈക്ക് ഈ ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യൽ നിർബന്ധമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഭാഗത്ത് എന്ത് വരും, ഇതുപോലുള്ള കാര്യങ്ങൾ വരും. കാരണം എന്താ വെച്ചാൽ ആ ഒരു ലീഡ് പറയാണ് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ കൺഫേം ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു തെളിവും ഉണ്ടാവില്ല. ഓക്കെ. കോർപ്പറേറ്റ് ആണ്. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇവിടുന്ന് പഠിച്ചു പോകുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ അത് ഞാൻ നിങ്ങളെ ഓർമ്മയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഓക്കെ. സോ ഈ ഒരു ഈ ഒരു ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യണം, ഏത് കാര്യത്തിലാണ് നമ്മൾ ചെയ്യണം. അതാണിപ്പോ ഇവിടെ പറഞ്ഞത്. സോ ഇൻസിഡന്റ് റെക്കോർഡിംഗ് ആൻഡ് അസൈൻമെന്റിലും എന്ത് വരുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സാണ്. ഈ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ദിസ് ഫേസ് ഇൻവോൾവ്സ് ദ ഇനീഷ്യൽ റിപ്പോർട്ടിംഗ്. അവിടെ തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പ്രിപ്പറേഷൻ ചെയ്തു. അത് പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഇതുപോലെ ഇൻസിഡന്റ് റെക്കോർഡിംഗ് ആൻഡ് അസൈൻമെന്റിലേക്ക് കടന്നു. അവിടെ എന്ത് ചെയ്തു, നമ്മൾ ഇതുപോലെ റിപ്പോർട്ടിംഗ് ആരംഭിച്ചു. റിപ്പോർട്ടിംഗ് അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള അതിനകത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഐഡന്റിഫൈ ആൻഡ് റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻസിഡന്റ്. ആ ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യും, ഇതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യും. ലൈക്ക് ഇന്നതാണ്, ഇന്ന ടൈമിലാണ് വന്നേക്കുന്നത്, ഇന്ന കാര്യങ്ങളാണ് അതിനകത്ത് ആ ഒരു അറ്റാക്ക് കൊണ്ട് ഉണ്ടായേക്കുന്ന ഇമ്പാക്റ്റ്. ആ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു റെക്കോർഡ് അല്ലാന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം, ഡോക്യുമെന്റ് ആക്കണം. ദെൻ ഡോക്യുമെന്റേഷൻ ചെയ്യണം. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻസിഡന്റ് ടു റെലവൻറ്റ് പേഴ്സണൽ. ഓക്കെ. ആ ഒരു ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു അറ്റാക്ക് നടന്നു. ആ ഒരു അറ്റാക്ക് നടന്നത് ഡെവലപ്മെന്റ് സൈഡിലുള്ള കമ്പ്യൂട്ടർ വഴി ആയിരുന്നു. ത്രൂ ദം. ഓക്കെ. സോ അപ്പൊ അവരോട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്ങനെയായിരുന്നു അറ്റാക്ക് നടന്നത്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. അതുമായിട്ട് റെലവന്റ് ആയിട്ടുള്ള പേഴ്സണൽ ആരാണോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ ഒരു ഇൻസിഡന്റ് നടന്നേക്കുന്നത്. സോ അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഒരു കാര്യം. റെലവന്റ് ആയിട്ടുള്ള പേഴ്സണലിൽ ചിലപ്പോൾ അറ്റാക്ക് നടന്ന് ഇപ്പോൾ ഡെവലപ്മെന്റ് സൈഡിലാണ് എന്ത് ചെയ്തേക്കുന്നത്, അറ്റാക്ക് നടന്നേക്കുന്നത്. അപ്പോൾ അതിന്ന് റിക്കവർ ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ഇപ്പോൾ പിടിന്ന് കുറച്ച് എന്ത് ചെയ്യാണ്, ആൾക്കാരെ നമുക്ക് വേണമെന്നുണ്ട്. അവരോട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇൻസിഡന്റ് റെക്കോർഡിംഗ് ആൻഡ് അസൈൻമെന്റിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ ഡിഫൈനിങ് പ്രോപ്പർ ഇൻസിഡന്റ് കമ്മ്യൂണിക്കേഷൻ പ്ലാൻസ് ആൻഡ് മെത്തേഡ്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ നമ്മൾ ആ റെക്കോർഡിങ്ങിന്റെ സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു റിപ്പോർട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മൾ എന്താണ് പ്ലാൻ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇൻസിഡന്റ് ലൈക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അതിനോട് എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്ലാൻസും മെത്തേഡ്സും എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മൾ ആ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഇൻസിഡന്റ് ട്രിയാജ്. ഓക്കെ. ഇൻസിഡന്റ് ട്രിയാജ് എന്ന് പറഞ്ഞാൽ അനലൈസ് ആൻഡ് കാറ്റഗറൈസ് ദ ഇൻസിഡന്റ് ടു ഡിറ്റർമൈൻ ആൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ ലൈക്ക് ഇത്ര ഇൻസിഡന്റിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എന്ത് കാര്യമാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഡാറ്റാസിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും. മനസ്സിലായോ ഇൻസിഡന്റ് ട്രയാജ് എന്താന്ന്? ക്ലിയർ ആണോ? മനസ്സിലായി മനസ്സിലായി. ഓക്കെ. സോ ആ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ അവരോട് ആ ഒരു ഇപ്പോൾ ആ ഒരു ആഹ്, ഓരോ ആയിട്ട് വരുന്ന ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യും. അവിടെ വരുന്ന ആക്ടിവിറ്റീസ് ആണ് വാലിഡേറ്റിംഗ് ആൻഡ് അനലൈസിങ് ദ ഇൻസിഡന്റ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിപ്പോർട്ട് ചെയ്ത സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചില കാര്യങ്ങളൊന്നും വാലിഡേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്കറിയാം അത് ഒന്നും എന്ത് ചെയ്യില്ല, അതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, ആ ഒരു ഇൻസിഡന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം,
ആ ഒരു വാലിഡേറ്റും കൂടെ ചെയ്യണം ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള. ആ ഒരു ഇൻസിഡന്റ് ലൈക്ക് ഇപ്പോൾ വന്നേക്കുന്ന ഈ ഒരു രീതിയിലാണെന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ റിപ്പോർട്ടിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസിഡന്റ് ട്രയാജിന്റെ സമയത്ത് നമ്മൾ നോക്കും. ദെൻ കാറ്റഗറൈസിങ് ആൻഡ് പ്രയോറിറ്റൈസിങ് ദ ഇൻസിഡന്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് സിവിയറിറ്റി, ഇമ്പാക്ട് ആൻഡ് ദ വൾണറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റഡ്. നമ്മൾ സിവിയറിറ്റി എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഏതാണോ അതിനോടാണ് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ആ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്രിട്ടിക്കലായിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ടേ, റെസ്പോണ്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ ഒരു ഇൻസിഡൻറ്റ് ട്രയാജിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ സിവിയറിറ്റി അതുപോലെ തന്നെ ഇമ്പാക്റ്റ്, അതുകൊണ്ട് കമ്പനിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം പ്രയോറിറ്റൈസ് ചെയ്യണം. ദെൻ ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് അറ്റാക്ക് ആൻഡ് കോംപ്രമൈസ്ഡ് റിസോഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം, അടുത്തായിട്ട് ആ ഒരു അറ്റാക്കിൽ വന്നേക്കുന്ന കോംപ്രമൈസ്ഡ് റിസോഴ്സിനെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാം. ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നു, ആ അറ്റാക്കിൽ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ത്രൂ ഇമെയിൽ ആയിരുന്നു, ആ ഒരു സിസ്റ്റംസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, കോംപ്രമൈസ് ആയേക്കുന്നത്. ഇപ്പോൾ റാൻസം വയറിന് എന്ത് ചെയ്തു, ഇരയായി. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു നമ്മുടെ ആ ഒരു ഡിസ്കും കാര്യങ്ങളൊക്കെ എന്താ എൻക്രിപ്റ്റഡ് ആയി. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, നമ്മളിതുപോലെ ഡിറ്റർമൈൻ ചെയ്യണം ആ ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കും പിന്നെ അതുപോലെ തന്നെ ആ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സിൽ വരുന്നതാണ് ഈ ഒരു IOC. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള ഡിവൈസസിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളിതുപോലെ ഈ കാറ്റഗറൈസ് ചെയ്തിട്ട് മാറ്റണം. എന്നിട്ട് അതിൽ ഏതാണ് നമ്മൾ ആദ്യം ലൈക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നേക്കുന്ന അതിനകത്ത് നമ്മൾ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ആ വർക്ക് ചെയ്യുന്ന നേരത്ത് എനിക്കാണ് എന്ത് ചെയ്തത്, ഒരു ഇമെയിൽ വന്നേക്കുന്നത്. ഞാൻ ആ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്ത നേരത്ത് എന്ത് ചെയ്തു, അതിനകത്തുള്ള മലീഷ്യസ് ആയിട്ട് ഒരു ആപ്ലിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത സമയത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ റാൻസം വെയർ അറ്റാക്കിന് നമ്മുടെ കമ്പനിയിലുള്ള സിസ്റ്റംസ് ഏറായത്. അപ്പോൾ ആ ഒരു എൻ്റെ കമ്പ്യൂട്ടർ എന്ത് ചെയ്തു, ഇതുപോലെ കാറ്റഗറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടെ ലൈക്ക് അവിടെ തരമായിട്ടുള്ളൊരു അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ ഫോറൻസിക് ടീം വന്നിട്ട് ഒന്ന് റിസർച്ച് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ആ ഒരു ഇൻസിഡൻറ്റ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ലൈക്ക് ആ ഒരു അറ്റാക്കിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത നേരത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നേക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടീമിന് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആ ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള ഡിവൈസസിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യും. ദെൻ അടുത്ത ഈ ഒരു ഇൻസിഡൻറ്റ് ട്രയാജ് കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു സ്റ്റെപ്പാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നോട്ടിഫിക്കേഷൻ എന്താണ്, ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞത് ഇൻഫോം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ദ ഇൻസിഡൻറ്റ്. ഇപ്പോൾ ക്രൗഡ് സ്ട്രൈക്ക് എന്ത് ചെയ്യാണ്, ക്രൗഡ് സ്ട്രൈക്കിൽ അറ്റാക്ക് നടന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ അറ്റാക്ക് നടക്കുന്ന നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടോ, അറ്റാക്ക് ഇപ്പോൾ ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെക്യൂരിറ്റി സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലൈക്ക് ഒരു സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന പല കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയിൽ അറ്റാക്കും കാര്യങ്ങളും നടക്കുന്ന നേരത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എന്ത് ചെയ്യും, ഇതുപോലെ നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുക്കും, ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വരുന്ന ആക്ടിവിറ്റിയാണ് ഈ ഒരു നോട്ടിഫൈ മാനേജ്മെന്റ് ആൻഡ് തേർഡ് പാർട്ടി വെൻഡേഴ്സ്, ക്ലയൻറ്റ്സ് ആൻഡ് അതർ റെലവൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ദ ഇൻസിഡൻറ്റ്. അവരോട് ഈ ഒരു ആൾക്കാരോടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇതുപോലെ നമ്മൾ നോട്ടിഫൈ ചെയ്യും, നോട്ടിഫിക്കേഷൻ കൊടുക്കും, ഇതുപോലെ അറ്റാക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ലൈക്ക് പ്രൊട്ടക്റ്റഡ് ആക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റഡ് ആക്കുക, കുറച്ചും കൂടെ സെക്യൂരിറ്റി ഉൾപ്പെടുത്തുക. ഈ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കും. ദെൻ അടുത്തൊരു പ്രോസസ്സാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് കഴിഞ്ഞിട്ട് വരുന്ന അടുത്തൊരു പ്രോസസ്സാണ് കണ്ടെയ്ൻമെന്റ് എന്നാണ്. കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ദ ഇൻസിഡന്റ് ആൻഡ് മിനിമൈസ് ഫർദർ ഡാമേജ്. ഇപ്പോൾ അവിടെ ഇൻസിഡന്റ് നടന്നു, ഇപ്പോൾ എൻ്റെ ഡിവൈസിലാണ് ഇതുപോലെ അറ്റാക്ക് നടന്നേക്കുന്നത്, എൻ്റെ ഡിവൈസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അറ്റാക്കിന് ഇപ്പോൾ ഇരയായി. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള സിസ്റ്റംസിനെ അത് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടെയ്ൻമെന്റ് ചെയ്യും. കണ്ടെയ്ൻമെന്റ് ചെയ്യുന്ന ഇംപ്ലിമെന്റ് മെഷേഴ്സ് ടു ഐസൊലേറ്റഡ് അഫക്റ്റഡ് സിസ്റ്റം ആൻഡ് പ്രിവെന്റ് ദ ഇൻഫെക്ഷൻ ഫ്രം സ്പ്രെഡിങ് ടു അതർ ഓർഗനൈസേഷണൽ അസറ്റ്സ്. ഇപ്പോൾ എൻ്റെ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്തു, ആദ്യം അറ്റാക്ക് നടന്നു. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ കൊളീഗ്സിൻ്റെ ഇതുപോലെ സിസ്റ്റത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിനെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, ലൈക്ക് ബാക്കിയുള്ള കമ്പ്യൂട്ടറിലേക്കുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഐസൊലേറ്റ് ചെയ്യണം. ഐസൊലേറ്റ് എന്താ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ബാക്കിയുള്ളവർക്കും ക്ലിയർ അല്ലേ? അഖിലാഷ് ഇതുവരെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അഖിലാഷ്, മിഥുൻ ക്ലിയർ ആണോ? ഓക്കെ, മിഥുൻ ക്ലിയർ അല്ലേ?
ഇതിനല്ലേ? ഓക്കെ. സോ ആ രീതിയിൽ എന്ത് ചെയ്യും? ഇതാണ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ. കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻമെന്റ് സോൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഈ ഒരു കൊറോണ വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയായിരിക്കും. അങ്ങോട്ടേക്ക് പുറത്ത് അകത്ത് നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും എന്ത് ചെയ്യാൻ പാടില്ല? അവിടേക്ക് ആൾക്കാരും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാവാനായിട്ട് പാടില്ല. അവിടുന്ന് ഒരു ഇന്ററാക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസിനെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടെയ്ൻമെന്റ് ചെയ്യും. ദെൻ എവിഡൻസ് അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള 6ാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള എവിഡൻസ് ഗ്യാതറിംഗ് ആൻഡ് ഫോറൻസിക് അനാലിസിസ്. ഇവിടെ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ട് ആൻഡ് അനലൈസ് എവിഡൻസ് റിലേറ്റഡ് ടു ദ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റ് നടന്നു. ഇപ്പം എൻ്റെ ഡിവൈസിലായിരുന്നു ആ ഒരു ഇൻസിഡന്റ് നടന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡിവൈസിൽ വന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ ഒരു സിസ്റ്റം എടുത്തിട്ട് എന്ത് ചെയ്യും? ഇവർ ഗ്യാതറിംഗ് ഓൾ പോസിബിൾ എവിഡൻസ്, എക്സാമ്പിൾ ലോഗ്സ്, ഫയൽസ്, നെറ്റ്വർക്ക് ട്രാഫിക് റിലേറ്റഡ് ടു ദ ഇൻസിഡന്റ്. ആ ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ലോഗ്സും അതുപോലെ തന്നെ ഫയൽസും, ഇപ്പോൾ ലൈക്ക് ഞാൻ ആ ഒരു ഇമെയിൽ ഉണ്ടായിരുന്ന മലീഷ്യസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അതിനകത്ത് ഒരു EXE ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ഫോർമാറ്റിലുള്ള. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും നടന്നേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഫയലും കാര്യങ്ങൾ വന്നപ്പോൾ ആ ഒരു ഫയൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തുണ്ടായ ലോഗ് തൊട്ട് അതിൽ വന്നേക്കുന്ന പുതിയ ഫയൽസ് ആയിക്കോട്ടെ, നെറ്റ്വർക്ക് ട്രാഫിക് ആയിക്കോട്ടെ, ആ ഒരു ഇൻസിഡൻ്റായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ഇവർ ഗ്യാദർ ചെയ്യും. ദെൻ കണ്ടക്ടിങ് ഫോറൻസിക് അനാലിസിസ് ആൻഡ് ടു ഡിറ്റർമൈൻ ദ മെത്തേഡ് ഓഫ് അറ്റാക്ക്, വൾനറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഫോറൻസിക് അനാലിസിസ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അറ്റാക്കിന്റെ ഒരു മെത്തേഡ്, ലൈക്ക് എങ്ങനെയാണ് ആ ഒരു അറ്റാക്ക് നടന്നേക്കുന്നത്, ലൈക്ക് എങ്ങനെയായിരുന്നു ആ ഒരു അറ്റാക്കിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ, വൾനറബിലിറ്റീസ് ഏതൊക്കെ വൾനറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റഡ് ആയി, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഓർഗനൈസേഷൻ ഉണ്ടായ ഇമ്പാക്റ്റീവ് ഒക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എവിഡൻസ് ഗ്യാതറിംഗ് ആൻഡ് ഫോറൻസിക് അനാലിസിസ് വഴി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവ് ദ റൂട്ട് കോസ് ഓഫ് ദ ഇൻസിഡന്റ്. ആ ഒരു ഇൻസിഡന്റിന്റെ റൂട്ട് കോസിനെ നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ലൈക്ക് എൻ്റെ സിസ്റ്റത്തിൽ എന്ത് ചെയ്തു? ഒരു മാൽവെയർ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. മാൽവെയർ റാൻസം വെയർ അറ്റാക്കിനായിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു സിസ്റ്റം ഇരയായേക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു റാൻസം വെയർ അറ്റാക്കിൽ ഇരയായേക്കുന്ന എൻ്റെ സിസ്റ്റത്തിലുള്ള ആ ഒരു മാൽവെയറിനെ എന്ത് ചെയ്യുക? അതിൽ നിന്ന് റിമൂവ് ചെയ്യുക. എലിമിനേറ്റിംഗ് മാൽവെയർ ക്ലോസിംഗ് അറ്റാക്ക് വെക്ടേഴ്സ് ആൻഡ് റിമൂവിങ് എനി ബാക്ക് ഡോർസ് ലെഫ്റ്റ് ബൈ ദ അറ്റാക്കർ. ആ അറ്റാക്കർ എന്ത് ചെയ്യും? ഇതുപോലെ നമുക്കൊരു ഇനീഷ്യലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരി, മിഥുൻ. ഇപ്പോൾ ഹരി എന്താണ്? ഒരു ഹാക്കർ ആണെന്നുണ്ടെങ്കിൽ മിഥുൻ്റെ കമ്പ്യൂട്ടറിനകത്ത് എന്ത് ചെയ്യണം? ഹരി ഇനീഷ്യലി എന്ത് ചെയ്തു? ഇപ്പോൾ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നടത്തി. ഇപ്പോൾ ഒരു ഷെല്ലും കാര്യങ്ങളും കിട്ടി. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും? ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഹരിക്ക് എന്ത് ചെയ്യണം? ആവശ്യമുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം? ആ ഒരു മിഥുൻ്റെ കമ്പ്യൂട്ടറിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കണക്ഷൻ എടുക്കാനായിട്ട് പറ്റണം. അവിടുന്ന് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ഹരി ഇതുപോലെ ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു അറ്റാക്കേഴ്സ് എന്ത് ചെയ്യണം? ഇപ്പോൾ ഹരി ഒരു അറ്റാക്കർ ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുപോലെയുള്ള ബാക്ക് ഡോർസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇതുപോലെ റിമൂവ് ചെയ്യും ഈ ഒരു എറാഡിക്കേഷന്റെ സമയത്ത്. ദെൻ എൻഷുറിംഗ് ദാറ്റ് ദ വൾനറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റഡ് ആർ പാച്ച്ഡ് ടു പ്രിവെന്റ് ഫ്യൂച്ചർ ഇൻസിഡന്റ്. ഇപ്പോൾ ആ ഒരു ഇൻസിഡന്റ് നടന്നേക്കുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ലൈക്ക് എൻ്റെ എൻ്റെ ഒരു ലാപ്പിൽ എന്ത് ചെയ്തു? അല്ലാതെ എൻ്റെ സിസ്റ്റത്തിൽ ഇതുപോലെ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു എന്ത് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുപോലെയുള്ള മലീഷ്യസ് ആയിട്ടുള്ള ഇമെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യുക? തടയാന്നുള്ളത് ഒരു ഒരു വഴിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു വഴിയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു ഇതുപോലുള്ള ഇമെയിൽസിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുപോലെ അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു ഇറാഡിക്കേഷൻ സ്റ്റേജിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? റിക്കവറി. റിക്കവറി എന്താന്ന് ഈ ഒരു വേർഡിൽ തന്നെയാണ് അതിന്റെ മീനിങ്. പർപ്പസ് എന്താ? റീസ്റ്റോർ അഫക്റ്റഡ് സിസ്റ്റംസ് ആൻഡ് സർവീസ് ടു നോർമൽ ഓപ്പറേഷൻ. നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ ഈ ഒരു എൻ്റെ ഇറാഡിക്കേഷന്റെ സമയത്ത് എന്ത് ചെയ്തു? എൻ്റെ ഒരു ഡിവൈസിലാണ് അറ്റാക്ക് നടന്നേക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ അറ്റാക്ക് നടന്നേക്കുന്ന ഡിവൈസിലുള്ള മാൽവെയറും കാര്യങ്ങളും റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആ ഒരു സിസ്റ്റത്തിനെ റിക്കവർ ചെയ്യണം. അപ്പോൾ ആ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെതാണ്. അപ്പോൾ അതിനെ നോർമൽ ഓപ്പറേഷനിലേക്ക്, സർവീസസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിനെ ആ ഒരു മാൽവെയർ റിമൂവ് ചെയ്തിട്ട് റിക്കവറിന്റെ സ്റ്റേജിൽ എന്ത് ചെയ്യും? അതിനെ റീസ്റ്റോർ ചെയ്യും. അതിനകത്താണ് റീസ്റ്റോറിങ് ഡാറ്റ, സിസ്റ്റംസ് ആൻഡ് സർവീസ് ദാറ്റ് വർ അഫക്റ്റഡ് ബൈ ദ ഇൻസിഡന്റ്. ആ ഒരു ഇൻസിഡന്റ് കൊണ്ടുണ്ടായ ഡാറ്റാസ്, ഇപ്പോൾ അവിടുന്ന് റിമൂവ് അയക്കുന്ന ഡാറ്റാസ് അല്ലാന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റാസിന് എന്താണ് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കണം. സിസ്റ്റത്തിന് റീസ്റ്റോർ ചെയ്തെടുക്കണം. ദെൻ അതിൽ യൂസ് ചെയ്തേക്കുന്ന അവിടെ ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് നിന്നുപോയ, അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തടസ്സപ്പെട്ട സർവീസസും കാര്യങ്ങളും എന്ത് ചെയ്യണം? നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് പുറത്തേക്ക് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. ദെൻ എൻഷുറിംഗ് ദാറ്റ് ദ ബിസിനസ് ഓപ്പറേഷൻസ് ക്യാൻ റെസ്യൂം വിത്ത് മിനിമൽ ഡിസ്റപ്ഷൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെയും നമ്മൾ എന്ത് ചെയ്യണം?
ആ ഒരു ഇങ്ങനെയുള്ള റിക്കവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരത്ത് നമ്മൾ എന്ത് നോക്കണം? ആ ഒരു ഓപ്പറേഷൻ ഇതുപോലെ ശരിയായിട്ട് നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നു. ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഡെവലപ്മെന്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, മറ്റു ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിസ്യൂം ആയിട്ട് നടക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൻഷ്യൂർ ചെയ്യണം ആ ഒരു ബിസിനസ് ഓപ്പറേഷൻസ് ഒന്നും തടസ്സപ്പെടുന്നില്ല നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരത്തുനിന്ന്. അപ്പോൾ ഒരു മിനിമൽ ഡിസ്റപ്ഷൻ വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ദെൻ അവസാനത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള പോസ്റ്റ് ഇൻസിഡന്റ് ആക്ടിവിറ്റീസ്. ഇതിന്റെ പർപ്പസ് എന്താ? കണ്ടക്ട് പോസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഇൻസിഡന്റിന് ശേഷം അതിന് ശേഷമുള്ള ആക്ടിവിറ്റീസ് ആണ്. കണ്ടക്ട് ഫൈനൽ റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് ദ ഇൻസിഡന്റ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ് ഫ്യൂച്ചർ റെസ്പോൺസ്. ഇപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഈ ഒരു അറ്റാക്കും കാര്യങ്ങളും നടന്നു, ഇൻസിഡന്റ് കാര്യങ്ങൾ നടന്നു. എന്നിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റിക്കവർ ചെയ്തെടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? പിന്നീട് അങ്ങനെ ഒരു അറ്റാക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു അറ്റാക്കിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? ഒരു റിവ്യൂ, ഫൈനൽ റിവ്യൂ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ സെക്യൂരിറ്റി ഇംപ്ലിമെന്റേഷൻ അല്ലാന്നിട്ട് സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം, അതൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എന്താണ് അവിടെ നീഡ് ആയിട്ടുള്ളത്, അത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ലൈക്ക് ഫയർവാൾ കുറച്ചും കൂടെ സെക്യൂർ ആക്കണം എന്നുണ്ടെങ്കിൽ അത് സെക്യൂർ ആക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിലിന്റെ സെക്യൂരിറ്റി കുറച്ചും കൂടെ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇപ്പോൾ ഇമെയിൽ ഹെഡേഴ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. അതും കാര്യങ്ങളും എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ വക കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ഒരു പോസ്റ്റ് ഇൻസിഡന്റ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഡോക്യുമെന്റിംഗ് ദ ഇൻസിഡന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് ഇപ്പോൾ അവസാനമായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് ഡോക്യുമെന്റിംഗ് ദ ഇൻസിഡന്റ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഇൻസിഡന്റിനെ നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിന്റെ ഇമ്പാക്റ്റും കൂടെ എന്ത് ചെയ്യണം? അതിനകത്ത് ഉൾപ്പെടുത്തണം. ദെൻ റിവ്യൂ ആൻഡ് റിവൈസിങ് സെക്യൂരിറ്റി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മൾ ഇപ്പോൾ സെക്യൂരിറ്റി പോളിസീസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ നമ്മൾ അവിടെ ഉണ്ട്. എന്നിട്ടും ഒരു അറ്റാക്ക് നടന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ റിവ്യൂ ചെയ്തതിന്റെ ശേഷം ഒന്നുകൂടെ ഉറപ്പ് വരുത്തണം. ആ വക കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. ദെൻ കണ്ടക്ടിങ് ആൻ ഇമ്പാക്ട് അസസ്മെന്റ് ടു ഡിറ്റർമൈൻ ദ ഓവറോൾ എഫക്ട് ഓൺ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഇൻസിഡന്റ് കാരണമുണ്ടായ എഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ ഏത് തരത്തിലാണ് അത് അഫക്റ്റ് ചെയ്തേക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? ഒരു ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ നടത്തണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഓർഗനൈസേഷനിൽ എഫക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. ദെൻ ക്ലോസിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രിപ്പയറിംഗ് ദ ഫൈനൽ റിപ്പോർട്ട്. ഇത് പ്രകാരം എന്ത് ചെയ്യണം? നമ്മളൊരു ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു ഇൻസിഡന്റിനെ നമ്മൾ ക്ലോസ് ചെയ്യാണ് ചെയ്യുക. സോ ഒരു ഇൻസിഡന്റ് വന്നാൽ ഈ ഒരു 9 സ്റ്റെപ്പാണുള്ളത്. നമ്മൾ ഫസ്റ്റ് പ്രിപ്പറേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ദെൻ ഇൻസിഡന്റ് റെക്കോർഡിംഗ് ആൻഡ് അസൈൻമെന്റിൽ കഴിഞ്ഞ് ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇൻസിഡന്റ് ട്രയേജ്, ദെൻ നോട്ടിഫിക്കേഷൻ, ദെൻ എവിഡൻസ് ഗ്യാതറിംഗ് ആൻഡ് ഫോറൻസിക് അനാലിസിസ്, എറാഡിക്കേഷൻ, റിക്കവറി, അവസാനമായിട്ട് പോസ്റ്റ് ഇൻസിഡന്റ് ആക്ടിവിറ്റീസ്. ഇത്രയും 9 സ്റ്റെപ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻസിഡന്റ് റെസ്പോൺസ് ആൻഡ് ഹാൻഡ്ലിംഗിൽ നമുക്ക് വരുന്നത്. സോ ഇപ്പോൾ എടുത്ത ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI എല്ലായിടത്തും വന്നല്ലോ. അപ്പോൾ ഒരു AI ഇപ്പോൾ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ AIയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ വരുന്നതെന്നുള്ള കാര്യങ്ങളിലൂടെ നോക്കാം. ഓക്കെ, സോ ഈ ഒരു AI എന്താ, മെഷീൻ ലേണിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മെഷീൻ ലേണിംഗ് ഈ ഒരു എങ്ങനെ? AI അറിയാം. മെഷീൻ ലേണിംഗ് എന്ന് ഉദ്ദേശിച്ചത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നില്ലേ? പൈത്തൺ വെച്ചിട്ടൊക്കെ, പൈത്തണും അതിനകത്ത് പല ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ആ ഒരു ടെക്നോളജി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് ഇപ്പോൾ പുതിയ പുതിയ AI റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ചാറ്റ് ബോർഡ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? അതൊക്കെ ഈ ഒരു മെഷീൻ ലേണിംഗിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പല ടെക്നോളജീസും നമുക്ക് ഈ ഒരു മെഷീൻ ലേണിംഗ് വഴി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യുക? ഒന്ന് ചോദിക്കുക. മെഷീൻ ലേണിങ്ങിനെ പറ്റിയിട്ട് അപ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങും സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ മെഷീൻ ലേണിംഗ് എന്താണെന്ന് ഇപ്പോൾ ഒരു ചെറിയൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയോ? മെഷീൻ ലേണിംഗ് എന്താന്ന് ഹരി? കേട്ടില്ല.
ഒരു ഇപ്പൊ പറഞ്ഞത് പ്രകാരം ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് കിട്ടിയോന്ന് ചോദിക്കാ? ഒരു ഓവർവ്യൂ ആ കിട്ടിയോ? മനസ്സി ആ ഏകദേശം. ഓക്കെ. സോ നമുക്ക് നോക്കാം. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ സൈബർ സെക്യൂരിറ്റി. ഓക്കെ. നമ്മൾ ഈ ഒരു എഐയും മെഷീൻ ലേണിംഗും സൈബർ സെക്യൂരിറ്റിയിൽ വരുമ്പോൾ എന്നുള്ള കാര്യം നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എഐ ആൻഡ് മെഷീൻ ലേണിംഗ് ആർ എമർജിംഗ് ടെക്നോളജീസ് ഇൻക്രീസ്ലി യൂസ്ഡ് ഇൻ സൈബർ സെക്യൂരിറ്റി ടു ഡിറ്റക്ട്, പ്രിവെന്റ് ആൻഡ് റെസ്പോണ്ട് സൈബർ ത്രെറ്റ്സ്. നമ്മൾ അറിഞ്ഞു നേരത്തെ സൈബർ ഇൻസിഡൻസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. ഈ ഒരു സൈബർ ത്രെറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡാറ്റാസും കാര്യങ്ങളും പോകുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ത്രെറ്റാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലുള്ള ഓർഗനൈസേഷനെതിരായിട്ടുള്ള ഇതുപോലുള്ള ത്രെറ്റ്സിനെ, സൈബർ ത്രെറ്റ്സിൽ നിന്നും എന്ത് ചെയ്യാണ്, അതിൽ നിന്നും ഹെൽപ്പ് ചെയ്യണം. ലൈക്ക് പ്രൊട്ടക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങും. ഈ ഒരു 2 ടെക്നോളജീസും യൂസ് ചെയ്തിട്ട് എന്താ പറ്റും, സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് ആ ഒരു സൈബർ ത്രെറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യാനും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാം. These technologies enhance the ability to safeguard organization from various types of cyber attacks. ഈ ഒരു 2 ടെക്നോളജീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓർഗനൈസേഷനെ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, സേഫ് ഗാർഡ് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ അധികമായിട്ട് കൊടുക്കാനും അതിനെ എൻഹാൻസ് ചെയ്യാനും, അതുപോലെ തന്നെ വേരിയസ് ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ, ആ ഒരു ഓർഗനൈസേഷൻ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് എഐ ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ സൈബർ സെക്യൂരിറ്റി, ഇവിടെ വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ എവിടെയാണ് ഈ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പാസ്വേഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഓതന്റിക്കേഷൻ. ഇവിടെ എന്താണ് പാസ്വേഡ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ ഓതന്റിക്കേഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു എഐ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, എ ഇംപ്രൂവ്സ് ബയോമെട്രിക് വാലിഡേഷൻ സച്ച് ആസ് ഫേസ് റെക്കഗ്നിഷൻ ബൈ ട്രാക്കിംഗ് കീ കോറിലേഷൻസ് ആൻഡ് പാറ്റേൺസ് ദാറ്റ് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. പാറ്റേൺസ് ടു ദ അറ്റാക്ക് ദാറ്റ് കുഡ് കോംപ്രമൈസ് ക്രിഡൻഷ്യൽസ്. ഓക്കെ. ഇപ്പോൾ ഒരു ക്രിഡൻഷ്യൽ എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലുള്ള അറ്റാക്സ് ആണ്. അപ്പോൾ ലൈക്ക് ഇപ്പോൾ വേറൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാവരും ഒരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എഐ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഐ വെച്ചിട്ടാണ് നമ്മുടെ പാസ്വേഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ അറിയാം ഈ ഒരു ലൈക്ക് നമുക്ക് നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഫേസ് റെക്കഗ്നിഷൻ രീതിയിലുള്ള ഒരു കോഡ് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയാണ് ഇപ്പോൾ ഈ ഒരു എഐ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫേസ് റെക്കഗ്നിഷൻ ആയിട്ടുള്ള ഒരു കോഡും കാര്യങ്ങളും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാസ്വേഡിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ഓതന്റിക്കേഷനെ ഒരു ഓതന്റിക്കേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനേ പറ്റും. അപ്പോൾ ലൈക്ക് നമുക്കിപ്പോൾ ഈ ഒരു പാസ്വേഡിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഫേസ് റെക്കഗ്നിഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബയോമെട്രിക് വാലിഡേഷൻസ്, ഇപ്പോൾ ഫേസ് റെക്കഗ്നിഷൻ അതിനകത്ത് ഒരു മെത്തേഡാണ്. ദെൻ ടാക്കിംഗ് കീ കോറിലേഷൻസ്, നമ്മളിപ്പോൾ ഒരു കീ കോറിലേഷൻസ്, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കീ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിസ്റ്റത്തിനകത്ത് ഒരു കീ വരുന്നുണ്ട്, അത് തമ്മിൽ എന്ത് ചെയ്യണം, ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ, ആ ഒരു സിസ്റ്റത്തിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. ആ രീതിയിൽ എന്ത് ചെയ്യും, പാസ്വേഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഓതന്റിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫിഷിംഗ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ. ദെൻ അവിടെ വരുന്ന എന്താ, ഫിഷിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫിഷിങ്ങിൽ നിന്നും ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മെഷീൻ ലേണിങ്ങിന് യൂസ് ചെയ്യാം. അവിടെ എന്താണ്, എ ആൻഡ് മെഷീൻ ലേണിംഗ് ക്യാൻ quickly identify and prevent phishing attacks by scanning emails and differentiating between legitimate and malicious website much faster than humans. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ലൈക്ക് എനിക്ക് ആ ഒരു അറ്റാക്ക് റാൻസം വെയർ കഴിഞ്ഞ ആ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഇൻസിഡന്റ് റെസ്പോൺസിന്റെ സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കായിരുന്നു നമ്മുടെ ഓർഗനൈസേഷനിൽ അറ്റാക്ക് വന്നേക്കുന്നത്. എനിക്കൊരു മെയിൽ ത്രൂ ആയിരുന്നു ഒരു ആ അറ്റാക്ക് അവിടെ എന്ത് ചെയ്ത് എക്സിക്യൂട്ട് ആയേക്കുന്ന ആ ഒരു ഇമെയിൽ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഒരു അറ്റാക്ക് അവിടെ നടന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ഈ ഒരു എഐനെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മനുഷ്യർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനേക്കാളും മുമ്പ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു മെയിലാണോ, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മെയിലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്കറിന്റെ സൈഡിൽ നിന്നുള്ള ഒരു മെയിലാണോ എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനുഷ്യരെക്കാൾ കുറച്ചും കൂടെ എന്തായിരിക്കും, കുറച്ചും കൂടെ അല്ല, വളരെയധികം ഫാസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഇമെയിൽ ഹെഡർ നമ്മൾ ഇതുപോലെ എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കണം, അത് കറക്റ്റ് ആയിട്ടാണോ വന്നേക്കുന്നത്, അതുപോലെ തന്നെ ആര് വന്നേക്കുന്ന മെയിലും കാര്യങ്ങളും കറക്റ്റാണ്, മെയിൽ അഡ്രസ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഡൊമൈൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്കിത് എഐനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് അത് ത്രെട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെട്ട് ആണെന്നുള്ള രീതിയിൽ ഡിറ്റക്ട് ചെയ്തിട്ട് കാണിച്ചു തരും.
സോ ഇവിടെ ഫിഷിംഗ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ നമ്മൾ AI മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ത്രെറ്റ് ഡിറ്റക്ഷനിൽ എങ്ങനെ വരുന്നത്? മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് കണ്ടിന്യൂസ്ലി അനലൈസ് ഡാറ്റ ടു ഡിറ്റക്ട് സൈബർ ത്രെറ്റ്സ് ബിഫോർ സിസ്റ്റംസ് ആർ കോംപ്രമൈസ്ഡ്, അലോയിങ് ടു proactive defense against immediate cyber threats. ഓക്കെ. ദെൻ ഇവിടെ ഈ ഒരു ത്രെറ്റ് ഡിറ്റക്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഈ ഒരു മെഷീൻ ലേണിംഗ് എന്ത് ചെയ്യും, ഇതുപോലെ മെഷീൻ ലേണിംഗ് കണ്ടിന്യൂസ്ലി നമ്മളെ ഈ ഒരു ഡാറ്റാസും കാര്യങ്ങളും എന്ത് ചെയ്യും, ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു വേരിയേഷൻസോ കാര്യങ്ങളോ വരുന്നുണ്ട്, ഇപ്പോൾ സാധാരണഗതിയിൽ നടക്കേണ്ട ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ അതിലുപരി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പോൾ ലൈക്ക് ഡീഡോസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ഓർഗനൈസേഷനിൽ ഒരു ഡീഡോസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ആ ഒരു AI വെച്ചിട്ട് നമ്മളവിടെ AI ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ട്രാഫിക്കിൽ വളരെയധികം ഒരു ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ഈ ഒരു മെഷീൻ ലേണിംഗ് നമ്മളവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു ത്രെറ്റ് ഡിറ്റക്ഷൻ നമുക്ക് പെട്ടെന്നാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു മെഷീൻ ലേണിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റാപ്പിഡ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ലോഡ് വരുന്നുണ്ട്. ഒരു ഡീഡോസ് അറ്റാക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് എക്സിക്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വൾണറബിലിറ്റി മാനേജ്മെന്റ്, നമുക്കിപ്പോൾ ഒരു വൾണറബിലിറ്റി നമ്മളെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി AI വെച്ചിട്ട് നോക്കുന്നത്. AI ആൻഡ് മെഷീൻ ലേണിംഗ് ബേസ്ഡ് ഓൺ സിസ്റ്റം ഡൈനാമിക്കലി സ്കാൻ ഫോർ വൾണറബിലിറ്റീസ് ആൻഡ് അലേർട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ബിഫോർ ദ സിസ്റ്റം ഈസ് എക്സ്പ്ലോയിറ്റഡ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു AI യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന വൾണറബിലിറ്റീസും കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഒരു അറ്റാക്കർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അലേർട്ട് തരാനായിട്ട് പറ്റും. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ അറ്റാക്കേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് നടന്നു, ആ ഒരു അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡ്സ്, അവർ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ദെൻ ബിഹേവിയറൽ അനലിറ്റിക്സിൽ എന്തൊക്കെ വരുന്നത്, AI യൂസസ് മെഷീൻ ലാംഗ്വേജ് ടു എസ്റ്റാബ്ലിഷ് ബേസ് ലൈൻ യൂസർ ബിഹേവിയർ, ഡിറ്റക്ടിങ് ഡീവിയേഷൻസ് ദാറ്റ് മേ ഇൻഡിക്കേറ്റ് കോംപ്രമൈസ്ഡ് ക്രിഡൻഷ്യൽ ഓർ മലീഷ്യസ് ആക്ടിവിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തരത്തിൽ വരുന്ന അനോമാലീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ബിഹേവിയർ അനലിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോർമലായിട്ട് നടക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നോർമലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ ഒരു രീതിയിലാണെന്നുള്ളത് മെഷീൻ ലേണിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു AI പഠിച്ചെടുക്കും. ഇപ്പോൾ ആരെ യൂസേഴ്സിൻ്റെ കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഇപ്പോൾ അവർ സാധാരണഗതിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അവരുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളും എന്താ, വർക്കിങ്ങിൽ വരുന്ന ബിഹേവിയറും കാര്യങ്ങളും എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിലെന്തെങ്കിലും തരത്തിലുള്ള അനോമാലീസ് വരികയാണെന്നുണ്ടെങ്കിൽ, ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഈ മെഷീൻ ലാംഗ്വേജും അതുപോലെ തന്നെ AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു അറ്റാക്കിൽ നിന്നൊക്കെ തടയാനായിട്ട് പറ്റും. ദെൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ എന്താ വരുന്നത്, AI helps generate comprehensive security policies and map an organization network topology efficiently, enhancing network traffic analysis and proposing effective security measures. ഇപ്പോൾ നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് നെറ്റ്വർക്ക് എന്ത് ചെയ്യും, ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റി പോളിസീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി പോളിസീസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മുടെ ടോപ്പോളജി എന്താണ്, നമ്മൾ ഏത് ടോപ്പോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ നെറ്റ്വർക്കിൽ വരുന്ന ടോപ്പോളജീസും കാര്യങ്ങളുണ്ട്, അതുപോലെ ആ ഒരു കംപ്ലീറ്റ് നെറ്റ്വർക്കിനെ എന്ത് ചെയ്യും, ഇതുപോലെ മാപ്പ് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് സെക്യൂരിറ്റി പോളിസീസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ വരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, കുറച്ചും കൂടെ ആ ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സെക്യൂരിറ്റീസും കാര്യങ്ങളും എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ആ ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കിനെ അനലൈസ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ AI നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇപ്പോൾ ടോപ്പോളജീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലതരത്തിലുള്ള ടോപ്പോളജി ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇപ്പോൾ ബിൽഡ് ചെയ്തേക്കുന്ന പലതരത്തിലായിരിക്കും. അവിടെ പല രീതിയിലായിരിക്കും. ഇപ്പോൾ ലൈക്ക് ബസ് ഉണ്ട്, അതുപോലെ തന്നെ മെഷ് ഉണ്ട്, പല രീതിയിലുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു നെറ്റ്വർക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ടോപ്പോളജി എന്താണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട്, ഈ ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസസിൻ്റെ ഒരു കാര്യങ്ങൾ, ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു AI പ്രൊവൈഡ് ചെയ്യുന്നത്. AI ബേസ്ഡ് ആൻറ്റിവൈറസ്. AI ബേസ്ഡ് ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞാൽ എന്താ? AI ബേസ്ഡ് ആൻറ്റിവൈറസ് സൊല്യൂഷൻസ് ആർ അനോമാലി ഡിറ്റക്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് പ്രോഗ്രാം ബിഹേവിയേഴ്സ്, allowing them to detect and respond new and unknown threats without needing constant updates. ഓക്കെ. നമ്മൾ സാധാരണഗതിയിൽ ഒരു വൈറസ്, നമ്മൾ ഈ ഒരു ആൻറ്റിവൈറസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ ബിഹേവിയർ എന്ത് ചെയ്യും, ഈ ഒരു ആൻറ്റിവൈറസിന് കൊടുക്കും.
ആ ഒരു നോർമൽ ബിഹേവിയർ എന്താന്നുള്ള കാര്യം കൊടുക്കും. അതിനകത്ത് എന്തെങ്കിലും അനോമാലീസ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഈ ഒരു വൈറസ് ഉണ്ടെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടെത്തിയേക്കുന്ന ഇപ്പോൾ മോസ്റ്റ് ആയിട്ട് കണ്ടെത്തിയേക്കുന്ന വൈറസും കാര്യങ്ങളും അതിൻ്റെ ഹാഷ് വാല്യൂസും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യും ഈ ഒരു ആൻറ്റി വൈറസിന് കൊടുക്കും. ഇന്ന ഒരു ഹാഷ് വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നൊരു ഹാഷ് വാല്യൂയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനോ കാര്യങ്ങളോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന നേരത്ത് ആ ഒരു ലൈക്ക് ഇപ്പോൾ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു എന്ത് വരുന്നുണ്ട് ഹാഷ് വാല്യൂ ഉണ്ട്. ഒരു ഫയൽ ഓരോ ഫയലിനും എന്ത് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഹാഷ് വാല്യൂ ഉണ്ടാവും. ഈ ഒരു ഹാഷ് വാല്യൂ എന്ത് ചെയ്യും ഇതുപോലെ ഈ ഒരു ആൻറ്റി വൈറസിന് നമ്മൾ ഈ ഒരു അതിൻ്റെ വെൻഡേഴ്സ് എന്ത് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ബിൽഡ് ചെയ്തേക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും അതിനകത്ത് കൺസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ആ ഒരു അപ്ഡേറ്റ് ചെയ്ത പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലൈക്ക് അത് മാച്ച് ആവുകയാണ്. ഇപ്പോൾ ആ ഒരു ആൻറ്റി വൈറസിൽ ഇന്നൊരു വൈറസിൻ്റെ ഹാഷ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതേ ഹാഷ് വാല്യൂ ഉള്ള ആ ഒരു വൈറസ് ഞാൻ എന്ത് ചെയ്യാണ് ഇതുപോലെ അറിയാതെ ഇപ്പോൾ ലൈക്ക് ഇൻസ്റ്റാൾ ചെയ്തു പോയത് അല്ല സോറി ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും ഈ ഒരു ആൻറ്റി വൈറസ് നമുക്ക് അലേർട്ട് തരും. ഇന്നൊരു വൈറസ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അതെന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. സോ എഐ അതുപോലെ എന്ത് ചെയ്യും ഈ ഒരു ബിഹേവിയർ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും അതിന് ഇപ്പോൾ ഒരു അനോമാലീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യും ഒരു ആൻറ്റി വൈറസ് ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ അടുത്ത ഒരു എയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റെപ്പാണ് അല്ല സോറി ഒരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഫ്രോഡ് ഡിറ്റക്ഷൻ ആണ്. ഫ്രോഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ എ ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം പെർഫോം അനോമാലി ഡിറ്റക്ഷൻ ടു ഐഡന്റിഫൈ ഫ്രോഡ്ലൻ ട്രാൻസാക്ഷൻ ആൻഡ് പേയ്മെന്റ് ഇൻകൺസിസ്റ്റൻസീസ് ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ലെജിറ്റിമേറ്റ് ആൻഡ് ഇല്ലെജിറ്റിമേറ്റ് ആക്ടിവിറ്റീസ്. ഇവിടെ എന്ത് ചെയ്യും ഇതെല്ലാം ഇപ്പോൾ പറയുന്നത് എന്താണ് ഈ ഒരു ബിഹേവിയറിൻ്റെ പ്രകാരമാണ്. ആ ഒരു ബിഹേവിയറിൽ മാറ്റം വരുന്ന നേരത്ത് സാധാരണഗതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള രീതി അനലൈസ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യും ആ ഒരു നോർമൽ ആയിട്ട് വരുന്ന ആ ഒരു ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രോഡ് ഡിറ്റക്ഷന് ആയിട്ട് എന്ത് ചെയ്യും ഈ ഒരു എ വർക്ക് ചെയ്യും. ദെൻ ബോട്ട്നെറ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എ ആൻഡ് മെഷീൻ ലാംഗ്വേജ് ഡിറ്റക്ട് botnets that traditional intrusion detection system systems may misidentify unauthorized intrusions and suspicious network behavior. ഇവിടെ എന്താണ് ഇപ്പോൾ ഒരു ബിഹേവിയറിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലൈക്ക് നമ്മൾ ഐഡിയസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയസ് നമുക്ക് എന്ത് ചെയ്യും ഇതുപോലെ അലേർട്ടും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് തരും. അതിനും ഈ ഒരു ഐഡിയസിനെയും കടന്ന് വരുന്ന അറ്റാക്സിന് എന്ത് ചെയ്യും ഇതുപോലെ നമുക്ക് ഈ ഒരു ബോട്ട്നെറ്റ് ഡിറ്റക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എഐൻ്റെ ബോട്ട്നെറ്റ് ഡിറ്റക്ഷൻ വെച്ചിട്ട് നമുക്ക് അലേർട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. സോ അവിടെ ഇന്നൊരു അറ്റാക്ക് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമുക്ക് നോട്ടിഫൈ ചെയ്ത് അലേർട്ട് ചെയ്ത് തരും. അതാണ് ഈ ഒരു ബോട്ട്നെറ്റ് ഡിറ്റക്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ എഐ ടു കോമ്പാറ്റ് എഐ ത്രെഡ്സ്. ഈ എഐന് തന്നെ എന്ത് ചെയ്യും പാരയാവും. ഓക്കെ. സോ നമ്മൾ എത്രത്തോളം ടെക്നോളജി വളരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് രീതിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് എന്തിലുണ്ട് ഈ ഒരു എഐക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതെന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാഡ് ഇൻറ്റൻഷനോട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ എഐ ടു കോമ്പാറ്റ് എഐ ത്രെഡ്സ് എഐ വഴി വരുന്ന എഐ ക്യാൻ ഓൾസോ ഡിറ്റക്ട് augmented cyber threats providing early warnings before these threats compromise the network. ഇപ്പോൾ എഐ ബേസിൽ എന്തൊരു അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എഐക്ക് തന്നെ നിന്നിട്ട് ഒരു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് പറ്റും. ഇപ്പോൾ എഐ ബേസിൽ ഒരു അറ്റാക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇപ്പോൾ അറ്റാക്കറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എഐ വെച്ചിട്ട് അയാൾ ഒരു അറ്റാക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഡിഫെൻഡ് ചെയ്യും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് ഡിഫെൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എഐനെ യൂസ് ചെയ്യാൻ പറ്റും. By incorporating AI and machine language into cybersecurity strategies, organization can better predict, prevent, detect, and respond to evolving cyber threats, enhancing their overall security posture. നമ്മളൊരു എഐനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എഐനെയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗും നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പ്രകാരം എന്ത് ചെയ്യും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ ഈ ഒരു സൈബർ അറ്റാക്കിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻറ്റ് ചെയ്യാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ബെറ്റർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇന്ന വൾണറബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇന്ന അറ്റാക്സ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അറ്റാക്ക് വന്ന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഡിറ്റക്ട് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും സൈബർ അറ്റാക്സിൽ വരുന്ന ഇത്തരം കാര്യങ്ങളോടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റക്ട് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും ഈ ഒരു എഐ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്നും ഈ ഒരു സൈബർ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇത്തരം കാര്യങ്ങളാണ്
നമുക്ക് ഈ ഒരു ഇതിനകത്ത് വരുന്ന അടുത്ത പോർഷനിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് കടക്കാം. ഈ ഒരു എഐൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ആർട്ടിഫിഷ്യൽ ഇപ്പോൾ ഒരു എഐന് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ക്ലിയർ ഒരു വ്യക്തത വന്നോ? ക്ലിയർ ആണ്. ഓക്കെ. സോ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണിത്. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടില്ലേ? ത്രെട്ട് ഇന്റലിജൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇതിന് ഷെയർ ചെയ്തിട്ടില്ലേ ഇവർക്ക്? അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്താ അത്. ആ. ഓക്കെ. ഈ ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു ഇൻസിഡന്റ് ഹാൻഡിൽ ചെയ്യാൻ റെസ്പോൺസ് എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മള് ഇപ്പോൾ എഐ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് തരാം. ഓക്കെ. അല്ല നമുക്കെന്ത് ചെയ്യാം, ഒരു 8 മണി ആവുന്നതിന് മുമ്പ് ഇതുവരെ തിയറി അല്ല ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഓക്കെ. സോ ഇത് വായിക്കുക ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് വായിക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാം.
ഗൈസ് വായിച്ചു കഴിഞ്ഞോ? ഹലോ, വായിച്ചു കഴിഞ്ഞു. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇപ്പം എടുത്തതിൽ? ക്ലിയർ അല്ലേ? ബിഹേവിയറിൽ നിന്നുള്ള അത് മാത്രം ഒന്ന് പറയാം. ബിഹേവിയറിൽ നിന്നുള്ള ഓക്കെ. ബിഹേവിയർ എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. ലൈക്ക് ഇപ്പം നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടാവില്ല. ഇപ്പോൾ ലൈക്ക് നമ്മൾ വരുന്നു, നമ്മുടെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുന്നു, നമ്മളെ വർക്ക് ചെയ്യുന്നതു, അതൊരു നോർമൽ ആയിട്ടുള്ള ബിഹേവിയറാണ്. പകരം ആ ഒരു സിസ്റ്റത്തിൽ കയറുന്നു, ആവശ്യമല്ലാത്തൊരു ഇപ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളെ വർക്കും കാര്യങ്ങളും മാത്രമേ ആ ഒരു നെറ്റ്വർക്കിൽ നമ്മൾ എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റും കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. പകരം അവിടെ എന്ത് ചെയ്യാണ്, ഒരു എക്സസീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ലൈക്ക് ഒരു ട്രാഫിക്കിലൊരു മാറ്റം വരിക. ഇപ്പം നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിന് എന്ത് ചെയ്യുക, ഒരു അനോമാലീസ് അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ചേഞ്ചോ വലിയ രീതിയിലൊരു ചേഞ്ചോ കാര്യങ്ങളോ വരുമ്പോഴാണ് അവിടെ ബിഹേവിയറിൽ ചേഞ്ച് വരിക എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പോൾ ലൈക്ക് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ നോർമലായിട്ട് നടക്കുന്ന രീതി നമുക്കറിയാം. പെട്ടെന്നൊരു ദിവസം അവൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ അവൻ ഭയങ്കര നല്ല രീതിയിൽ സങ്കടത്തിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവന്റെ ബിഹേവിയറിൽ ചേഞ്ച് വന്നു എന്ന് പറയില്ലേ? മനസ്സിലായോ ഹരി? മനസ്സിലായി മനസ്സിലായി. അപ്പൊ അതുപോലെ എന്ത് ചെയ്യും, ഈ ഒരു നമ്മൾ ഒരു ഡിവൈസസ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്ത് ആ ഒരു യൂസറിന് ഒരു ബിഹേവിയർ ഉണ്ടാവും. ആ ഒരു ബിഹേവിയറിൽ ചേഞ്ച് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ അനോമാലിസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഈ ഒരു AI നമുക്ക് നോട്ടിഫൈ ചെയ്യും. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ. ഓക്കെ. സോ അവസാനമായിട്ട് നമുക്ക് കുറച്ച് റെഗുലേഷൻസിനെ പറ്റിയിട്ട് നോക്കാം. കംപ്ലീറ്റ് വരുന്ന റെഗുലേഷൻ നമ്മൾ പറയുന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു 2 റെഗുലേഷൻസിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ. സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ. നമ്മൾ ശരിക്കും ഈ ഒരു സൈബർ സെക്യൂരിറ്റിയും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഒരു ലോജിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്ന ഒരു ആൻസർ ആണ്. ആർക്കും പറയാൻ പറ്റും ഈ ഒരു സൈബർ സെക്യൂരിറ്റി നമ്മൾ ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്താ? കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടി. ഓക്കെ. കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടി. അഖിലാഷിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അഖിലാഷ് കേൾക്കുന്നുണ്ടോ? അഖിലാഷ്? ഡാറ്റ പ്രൊട്ടക്ഷൻ. ഓക്കെ. മിഥുൻ്റെ ഒരു അഭിപ്രായം എന്താണ്? എന്തിനാണ് ശരിക്കും സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? മിഥുൻ? മെസ്സേജ് അയക്കുന്നുണ്ടോ? ഓക്കെ. സോ ശരിക്കും നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാണ്, കമ്പനീൻ്റെ നിലനിൽപ്പിലാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സോ ഓക്കെ, പ്രൈവസി, ആ ഇതിനൊക്കെ നമുക്ക് സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യാം. അതിലുപരി ഒരു കമ്പനി സൈബർ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ ഈ ഒരു കമ്പനിക്ക് തക്കതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളും കൊടുത്ത് ഇല്ല എന്ന് വെക്കുക, ഇങ്ങനെ പ്രൈവസിയും കാര്യങ്ങളും കൊടുത്തില്ല, നമ്മളൊരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ അതേപോലെ ലീക്കായി പോയി. പക്ഷേ അവിടെ ഇപ്പം എന്ത് ചെയ്യാണ്, ഇതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല, ഒരു ഗവൺമെൻറ് നമ്മളെ മുകളിലില്ല. അവർ ഇപ്പോൾ ലൈക്ക് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഡാറ്റ ചോർന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, കമ്പനിക്ക് അങ്ങനെ അത്രത്തോളം സൈബർ സെക്യൂരിറ്റി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇത്രയും ഡാറ്റാസും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബ്രീച്ച് ഉണ്ടാവുകയാണെന്നുണ്ട്, ഡാറ്റ ബ്രീച്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു കമ്പനികൾക്ക് നല്ല രീതിയിലുള്ള ഫൈനും കാര്യങ്ങളും വരും. ആ ഒരു നല്ല നിയമ നടപടി എന്ത് ചെയ്യേണ്ടി വരും, നേരിടേണ്ടി വരും. സോ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു സൈബർ സെക്യൂരിറ്റി ഈ ഒരു ലോസ് അതുപോലെ തന്നെ റെഗുലേഷൻസിലേക്ക് വരുമ്പം അവിടെ കുറച്ച് ഇതുപോലെ ഫ്രെയിം വർക്ക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രെയിം വർക്ക്സ് ആൻഡ് റെഗുലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ മനസ്സിലായോ? ഈ ഒരു സൈബർ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നതിന്റെ മറ്റൊരു വശം കൂടെ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, മനസ്സിലായി. ഓക്കെ. സോ ഇവിടെ ലോസ് ആൻഡ് റൂൾസ് ദാറ്റ് കൺട്രീസ് എൻഫോഴ്സ് ടു റെഗുലേറ്റ് ബിഹേവിയർ. ഓക്കെ. അപ്പോൾ ഈ ഒരു ലോസും കാര്യങ്ങളും ഇപ്പോൾ റൂൾ ചെയ്യുന്നത്, ഇപ്പോൾ ആ ഒരു ഇപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഓരോ കമ്പനീസിൽ ഇതുപോലെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പല രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും.
അത് മീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു കമ്പനിയിൽ നമുക്ക് ഇതുപോലുള്ള സർവീസസോ കാര്യങ്ങളോ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ആ രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു റെഗുലേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് അപ്ലൈ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ, റൂൾസും കാര്യങ്ങളും ഇറക്കിയിട്ടുണ്ടോ, അതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ കാര്യങ്ങളാണ് പറയുന്നത് അത് നമ്മൾ അനുസരിക്കേണ്ടതായിരിക്കും. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ആ ഒരു സർവീസ് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് സൈഡിൽ വരുന്ന ഒരു കമ്പനിയാണ്. നമ്മൾ ഇതുപോലെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കൊടുക്കുന്ന നേരത്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന നേരത്ത് ഇപ്പോൾ അവിടെയുള്ള രോഗികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ രോഗികളെ എന്ത് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, അത് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അതൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഈ വക കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു രോഗിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യും, അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു വർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സർവീസ് എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു സർവീസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഡാറ്റാസ് ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അവിടെ ആ ഒരു രോഗിന്റെ ഇതുപോലെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുകയാണെന്ന് പുറത്ത് പോകാൻ പാടില്ല. ശരിക്കും ഒരു രോഗിയുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തു പോകാന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ, നിയമ നടപടിക്ക് വിധേയമാവുന്ന തരത്തിലുള്ള ക്രൈമാണ്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറ്റമാണ്. സോ അതിൽ നിന്നൊക്കെ തടയണം. അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാർ ഇതുപോലെ പല റെഗുലേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു റെഗുലേറ്റർ ബിഹേവിയറിൽ നമ്മൾ എന്തായിരിക്കണം, നമ്മളെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് ലോസ് എന്ന് പറഞ്ഞത്. ഈ ഒരു കൺട്രി ഈ റൂൾ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ആ ഒരു കൺട്രീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളുണ്ട്. ഈ ഒരു ലോസും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അനുവർത്തിക്കേണ്ടി വരും. ദെൻ സ്റ്റാൻഡേർഡ്സ് ആർ അഗ്രീഡ് അപ്പോൺ ഗൈഡ് ലൈൻ ക്രിയേറ്റ് ടു എൻഷുർ കൺസിസ്റ്റൻസി ആൻഡ് സെക്യൂരിറ്റി ഇൻ സ്പെസിഫിക് ഏരിയാസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും. ക്രിയേറ്റ് ചെയ്തേക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. ഇപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഇതുപോലെ പെൻ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പുതിയതായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, ആ ഒരു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം, പെൻ ടെസ്റ്റ് ചെയ്തിരിക്കണം. അത് ചെയ്തതിന് ശേഷം ആ ഒരു റിസൾട്ട് പ്രകാരം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ആ രീതിയിലുള്ള അവിടെ ആ ഒരു ഓർഗനൈസേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ കമ്പനി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആയിരുന്നു നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ പുറത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും കീപ്പ് ചെയ്യില്ല ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് ഇതുപോലെ ആ ഒരു കമ്പനീന്റെ ഇതുപോലെ ആ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളും എന്ത് ചെയ്യും, ചിലപ്പോൾ ആ ഒരു ഡെവലപ്മെന്റ് കമ്പനി തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു സെക്യൂരിറ്റി സൈഡ് കൂടെ നോക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ആ ഒരു സെക്യൂരിറ്റി സൈഡ് എന്ത് ചെയ്യും, ഉറപ്പുവരുത്തും. സോ അതിനാവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗൈഡ് ലൈൻസും അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഈ ഒരു സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞത്. സോ അത് സ്പെസിഫിക് ഏരിയസിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ഇതുപോലെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡാറ്റാസ്, നോർമലായിട്ട് വരുന്ന ഡാറ്റാസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വരുന്നുണ്ട്. ദെൻ അങ്ങനെ ഓരോരോ സ്പെസിഫിക് ഏരിയാസിനും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിഫറെന്റ് ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊട്ടക്ട് ഡാറ്റ ആൻഡ് പ്രൈവസി ഗ്ലോബലി. സോ ഗ്ലോബലി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ലോസും ഉണ്ട്. ഇതാണ് ഈ ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ അവിടെ നിയമം ഉണ്ടാവും. ആ ഒരു ഏത് ഗവൺമെന്റ് ആണ് അവിടെ റൂൾ ചെയ്യുന്നത്, ആ ഒരു റൂൾ ചെയ്യുന്ന ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളും ലോസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോസും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. സോ ഇതാണ് ഈ ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ എന്താ മനസ്സിലായോ, ഈ ഒരു സ്റ്റാൻഡേർഡ്സും ലോസും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ലോസ് എന്ന് പറയുമ്പോൾ നിയമങ്ങൾ മാത്രമായിരിക്കും. ലൈക്ക് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും, ഇന്ന കാര്യങ്ങൾ നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. സോ ഇതാണ് ലോസും സ്റ്റാൻഡേർഡ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. ദെൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്പെസിഫിക് ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടോയെന്ന് പറഞ്ഞു.
അതുപോലെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് എന്ത് PCI DSS എന്ന് പറയുന്നത്. പേയ്മെന്റ് കാർഡ് ഇൻഡസ്ട്രി ഡാറ്റ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്. ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഇത് യൂസ് ചെയ്യുന്ന എവിടെയാണ്? PCI DSS ഈസ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ടു പ്രൊട്ടക്ട് പേയ്മെന്റ് കാർഡ് ഇൻഫർമേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സ്. ഇറ്റ് പ്രൊവൈഡ് ഗൈഡ് ലൈൻ ടു എൻഷുർ സെക്യൂർ ഹാൻഡ്ലിംഗ് ഓഫ് കാർഡ് ഹോൾഡർ ഡാറ്റ ബൈ ബിസിനസ്സസ് ദാറ്റ് പ്രോസസ്, സ്റ്റോർ ഓർ ട്രാൻസ്മിറ്റ് കാർഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ ലൈക്ക് നമ്മുടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ വിസ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മാസ്റ്റർ കാർഡ്, ഈ വക കാർഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇപ്പോൾ നമ്മൾ ഇതുപോലെ സർവീസ് കൊടുക്കുന്ന കമ്പനിയാന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ടൊരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലൈക്ക് പേയ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കാർഡ് എന്തായാലും എന്ത് ചെയ്യും, ആ ഒരു ആപ്ലിക്കേഷനായിട്ട് വരും. ആ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ഫീച്ചർ ആയിരിക്കും എന്ത് കാർഡും കാര്യങ്ങളും ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ഓഫ് റെഗുലേഷൻസ് ഉണ്ടാകും. അത് മീറ്റ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പേയ്മെന്റ് കാർഡ് ഇൻഡസ്ട്രി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേയ്മെന്റ് കാർഡ്, ഈ ഒരു കാർഡ് ഇൻഫർമേഷൻസും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗ്ലോബലി ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു PCI DSS എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി ആ ഒരു കാർഡ് ഹോൾഡറിന്റെ ഡാറ്റാസും കാര്യങ്ങളും സെക്യൂർ ആയിരിക്കണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു രീതിയിൽ ഉള്ള ഇപ്പോൾ ലൈക്ക് ആ ഒരു കാർഡ് നമ്പർ, അതുപോലെ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ്, ഇപ്പോൾ ലൈക്ക് അതിലൊരു സെക്യൂരിറ്റി കോഡ് ഉണ്ടാകും. അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ആ ഒരു കാർഡിനെ സംബന്ധിച്ച്. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് പോകാനായിട്ട് പാടില്ല. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ഡെബിറ്റ് കാർഡ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്തു. ഇപ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ പേടിഎം എന്ത് ചെയ്തു, പേടിഎമ്മിനെ പോലുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. അതുവഴി ആരെങ്കിലും ഒരു ഏതെങ്കിലും ഒരു യൂസർ ഇതുപോലെ കാർഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യും, നമ്മളിപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, UPIന്റെ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് പുറത്ത് പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അവിടെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റഡ് ആവാൻ, ഈ ഒരു കാർഡ് ഡീറ്റെയിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു PCI DSS എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? PCI DSS എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന്? കാർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു PCI DSS. ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിന് ഓരോന്നിനും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. PCI DSS എന്തിനാ യൂസ് ചെയ്യാന്ന് ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറ്റില്ലേ? മനസ്സിലായുണ്ടോ? PCI DSS എന്തിനാ യൂസ് ചെയ്യുന്നത്? ഹരി എന്തോ പറഞ്ഞോ? Yes, ഇല്ല. പറ്റും. ഓക്കെ. സോ ഇനി നിങ്ങളോട് PCI DSS എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലെ കാർഡ് ഇൻഡസ്ട്രിയിൽ ഉള്ള ഡാറ്റാസിനും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ് എന്ത്, ഈ ഒരു PCI DSS എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഒരു 6 സെറ്റ് ഓഫ് എന്ത് ചെയ്തിട്ടുണ്ട്, റിക്വയർമെന്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ എ സെക്യൂർ നെറ്റ്വർക്ക്. ഇപ്പോൾ നമ്മൾ അതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ എ ഫയർവാൾ ടു പ്രൊട്ടക്ട് കാർഡ് ഹോൾഡർ ഡാറ്റ. ഇപ്പോൾ നമ്മുടെ ആ ഒരു കമ്പനീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡാറ്റാസും കാര്യങ്ങളും ബാക്ക് എൻഡിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഇതുപോലുള്ള ഡാറ്റാസും കാര്യങ്ങളും അറ്റാക്കറിന് കിട്ടാതെ, ഇവിടെ അറ്റാക്കർ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു നമ്മൾ പറഞ്ഞ ഒരു പേടിഎം പോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുവഴി ഇപ്പോൾ ഒരാളെ ഒരു കാർഡ് വഴി എന്ത് ചെയ്യാണ്, ഇതുപോലെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന നേരത്തെ എന്ത് ചെയ്യാൻ പാടില്ല, അയാളുടെ ഒരു കാർഡ് ഹോൾഡർ ഡാറ്റാസും കാര്യങ്ങളും പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ എ സെക്യൂർ നെറ്റ്വർക്ക്. നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ കമ്പനീന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നല്ല ഇതുപോലെ എന്തായിരിക്കണം, സെക്യൂർ ആയിരിക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവിടെ എന്തായിരിക്കണം, അവിടെ വരുന്ന കാര്യങ്ങളാണ് ഇതുപോലെ നല്ലൊരു ഫയർവാൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു കാർഡ് ഹോൾഡറിന്റെ ഡാറ്റാസിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ അവോയ്ഡ് യൂസിങ് ഡിഫോൾട്ട് പാസ്വേഡ് ആൻഡ് സെറ്റിംഗ്സ് ഫ്രം വെൻഡേഴ്സ്. ഇതുപോലെ നമ്മളിപ്പോൾ ലൈക്ക് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഡെവലപ്മെന്റ് കമ്പനി ആയിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തു, ഹരിയുടെ കമ്പനിക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ടത്. അവരിപ്പോൾ എന്ത് ചെയ്യാണ്, ലൈക്ക് ഇപ്പോൾ ഒരു പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ പേടിഎം പേടിഎം തന്നെ വിചാരിക്കുക. പേടിഎം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, കോഡെക്സ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ഡെവലപ്മെന്റ് സൈഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കോഡെക്സിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങളുടെ കമ്പനി കോഡെക്സ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു, പേടിഎമ്മിനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേടിഎമ്മിന് കൊടുക്കുന്ന നേരത്തെ എന്ത് ചെയ്യണം, പേടിഎം
പേടിഎം ആണ് പിന്നെ എന്ത് ചെയ്യുക അതുമായിട്ട് അതിൻ്റെ ബാക്ക് എൻഡും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ അവർ ഇതുപോലെ എന്ത് ചെയ്യണം, ഇതിപ്പോൾ വെൻഡേഴ്സ് ആയിട്ടുള്ള നമ്മളാണ് വെൻഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുത്തേക്കുന്ന എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ നമ്മൾ ഡിഫോൾട്ടായി യൂസ് ചെയ്തേക്കുന്ന പാസ്വേഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യണം, ഇതുപോലെ ഒഴിവാക്കിയിട്ട് സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്യണം. ഇതിൻ്റെ അഡ്മിൻ പാനലോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, ഇതുപോലെ സെക്യൂർ ആയിട്ടുള്ളൊരു പാസ്വേഡ് യൂസ് ചെയ്യണം. ദെൻ പ്രൊട്ടക്റ്റ് കാർഡ് ഹോൾഡർ ഡാറ്റ. പിന്നീട് പറയുന്നതാണ് പ്രൊട്ടക്റ്റ് കാർഡ് ഹോൾഡർ ഡാറ്റ. ഇതിലെന്താണ്, സെക്യൂർലി സ്റ്റോർ കാർഡ് ഹോൾഡർ ഇൻഫർമേഷൻ. ആ ഒരു കാർഡ് ഹോൾഡറിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്തായിരിക്കണം, സെക്യൂർലി സ്റ്റോർ ചെയ്തിരിക്കണം. അത് യാതൊരു രീതിയിലും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്ത് പോകാനായിട്ട് ഡാറ്റ ബ്രീച്ച് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവരുത്. അവിടെ ഡാറ്റ ബ്രീച്ചിനുള്ള ഒരു സാധ്യത ഉണ്ടാവരുത്. ദെൻ എൻക്രിപ്റ്റ് കാർഡ് ഹോൾഡർ ഡാറ്റ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ അക്രോസ് പബ്ലിക് നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു പബ്ലിക് നെറ്റ്വർക്കിൽ നിന്നും എന്ത് ചെയ്യണം, ഇപ്പോൾ ലൈക്ക് ഇതുപോലെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് പബ്ലിക് നെറ്റ്വർക്ക് വഴിയാണല്ലോ പോവുക. അപ്പോൾ അത് പോകുന്ന വഴി എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവർക്ക് അറ്റാക്കേഴ്സിനും കാര്യങ്ങൾക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ആ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യാൻ പാടില്ല, അറ്റാക്കേഴ്സിന് അത് ആക്സസ് ചെയ്യാൻ പാടില്ല. അറ്റാക്കേഴ്സ് യൂസ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ അറ്റാക്കേഴ്സിന് അത് ഇൻറപ്റ്റ് ചെയ്യാൻ ഉള്ളൊരു അവസരം ഉണ്ടാവരുത്. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊട്ടക്റ്റ് കാർഡ് ഹോൾഡർ ഡാറ്റ എന്നുള്ള ആ ഒരു ഇതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഇതുപോലെ ആ ഒരു ഡാറ്റാസും കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ മെയിൻറ്റെയിൻ എ വൾണറബിലിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ഇതാണ് പറഞ്ഞത്, റെഗുലർലി അപ്ഡേറ്റ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഓർ പ്രോഗ്രാംസ്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പേടിഎം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്ത് വർക്ക് ചെയ്യണം, അവിടെയുള്ള സിസ്റ്റത്തിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ഒരു വൾണറബിലിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അപ്ലൈ ചെയ്യണം. അവിടെ എന്തൊക്കെ വരും, റെഗുലർലി നമ്മൾ ആ ഒരു ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ആ ഒരു പേടിഎമ്മിന് അവിടെ യൂസ് ചെയ്യുന്ന അവിടെയുള്ള എംപ്ലോയീസും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ അവരുടെ സോഫ്റ്റ്വെയർ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റംസ് എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ ആന്റിവൈറസ് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ സെക്യൂർ സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. പിന്നെ അവിടെ ആ ഒരു പേടിഎം എന്ന് പറഞ്ഞ കമ്പനിനകത്ത് എന്ത് യൂസ് ചെയ്യണം, ഇതുപോലെ ഒരു സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റംസും ആപ്ലിക്കേഷൻസും വേണം യൂസ് ചെയ്യാൻ. പകരം ക്രാക്ക്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. നല്ല എന്ത് ചെയ്യുക, ഇതുപോലെ നേരിട്ട് എന്റർപ്രൈസ് ലെവലിലുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെ ക്രാക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ ഇംപ്ലിമെന്റ് സ്ട്രോങ് ആക്സസ് കൺട്രോൾ മെഷേഴ്സ്. ആക്സസ് കൺട്രോൾ മെഷേഴ്സ് എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അവിടെ വരുന്നതാണ് ലിമിറ്റഡ് ആക്സസ് ടു കാർഡ് ഹോൾഡർ ഡാറ്റ ടു ഓൺലി ദോസ് ഹു നീഡ് ഫോർ ബിസിനസ് പേർപ്പസസ്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു കാർഡ് ഹോൾഡറിന് മാത്രം, ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ആ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഈ ഒരു പൈസയും കാര്യങ്ങളും എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ആവണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആ ഒരു ബിസിനസ്സിന് ഇപ്പോൾ ലൈക്ക് പേടിഎമ്മിന് എന്തായിരിക്കണം, ഈ ഒരു ഡാറ്റാസും കാര്യങ്ങളും അവരുടെ സെർവർ ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുക പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്തായിരിക്കണം, ആ ഒരു ബിസിനസ് പേർപ്പസിന് വേണ്ടി മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. സോ ആ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ ലൈക്ക് ആ ഒരു കാർഡ് ഹോൾഡറിന്റെ ഡാറ്റ വേറൊരു കാര്യത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, അയാൾക്ക് ഇപ്പോൾ ലൈക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഹരി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പേടിഎം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേടിഎം യൂസ് ചെയ്യുന്ന നേരത്ത് ഹരി എന്ത് ചെയ്യണം, മിഥുന് ഒരു ക്യാഷ് കുറച്ച് അയച്ചു കൊടുക്കുകയാണ്. ആ ഒരു ട്രാൻസാക്ഷൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ ലൈക്ക് ആ ഒരു പൈസ എന്ത് ചെയ്യണം, ഹരിയുടെ അക്കൗണ്ടിൽ നിന്ന് മിഥുൻ്റെ അക്കൗണ്ടിലേക്ക് എത്തണം. അതിന് ആ ഒരു ബിസിനസ് കണ്ടിന്യൂറ്റി എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്സസ് മാത്രമേ അവിടെ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത യാതൊരു രീതിയിലുള്ള ആക്സസോ കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാനായിട്ട് പാടില്ല. ദെൻ അസൈൻ എ യുണീക്ക് ഐഡി ടു ഈച്ച് പേഴ്സൺ വിത്ത് കമ്പ്യൂട്ടർ ആക്സസ്. എന്ത് ചെയ്യണം, ഇതുപോലെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ആൾക്കാർക്ക് ഒരു യുണീക്ക് ആയിട്ടൊരു ഐഡി കൊടുക്കുകയും അതുപോലെ തന്നെ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കമ്പ്യൂട്ടർ ആക്സസ് കൊടുക്കണം. ദെൻ റെസ്ട്രിക്റ്റഡ് ഫിസിക്കൽ ആക്സസ് ടു കാർഡ് ഹോൾഡർ ഡാറ്റ. എന്ത് ചെയ്യാൻ പാടില്ല, ഫിസിക്കൽ ആയിട്ടുള്ള ആക്സസ് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു കാർഡ് ഹോൾഡറിന്റെ ഡാറ്റയിലേക്ക് കൊടുക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ പേടിഎം പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ സർവീസിനാണെന്ന് പറഞ്ഞ് വരുന്ന നേരത്തെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സിസ്റ്റംസോ കാര്യങ്ങളോ ഇതുപോലെ അയാൾക്ക് ആക്സസ് ചെയ്യാൻ കൊടുക്കരുത്. എന്ത് ഇല്ലാതെ, ഇപ്പോൾ ലൈക്ക് അയാൾക്ക് തക്കതായിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, പെർമിഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ ഒരു കാർഡ് ഹോൾഡറിന്റെ ഡാറ്റാസ് നമ്മുടെ സിസ്റ്റം വഴി എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. ദെൻ അതാണ് ഫിസിക്കൽ ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ റെഗുലർലി മോണിറ്റർ ആൻഡ് ടെസ്റ്റ് നെറ്റ്വർക്ക്സ്. നമ്മളെ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യണം, റെഗുലർലി മോണിറ്റർ ചെയ്യും അതുപോലെ തന്നെ നെറ്റ്വർക്ക്സിനെ ടെസ്റ്റ് ചെയ്യുകയും വേണം. ട്രാക്ക് ആൻഡ് മോണിറ്റർ ഓൾ ആക്സസ് ടു നെറ്റ്വർക്ക് റിസോഴ്സസ് ആൻഡ് കാർഡ് ഹോൾഡർ ഡാറ്റ. എന്ത് ചെയ്യണം, ആ ഒരു ട്രാഫിക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം, നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ MIT നടക്കുന്ന മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നടക്കുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ലൈക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ, ഇതൊക്കെ ട്രാക്ക് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും വേണം. ദെൻ കണ്ടക്ട് റെഗുലർ ടെസ്റ്റ് ഓഫ് സെക്യൂരിറ്റി സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ പേടിഎമ്മിൻ്റെ കമ്പനീനകത്ത് യൂസ് ചെയ്യുന്ന ഫയർവാൾ അതുപോലെയുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇതൊക്കെ റെഗുലർലി ടെസ്റ്റ് ചെയ്യണം, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം.
ദെൻ അവസാനമായിട്ട് വരുന്നതാണ് മെയിൻറ്റെയിൻ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി. എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ പോളിസി ദാറ്റ് അഡ്രസ്സസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഫോർ ഓൾ പേഴ്സണൽ. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പേഴ്സണൽ എന്ന് പറയും. സോ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് ചെയ്യണം, പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ലൈക്ക് പല വർക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് സൈഡിൽ വരുന്നുണ്ടാവും. ഇപ്പോൾ പേടിഎം ആവുന്ന നേരത്തെ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇതുപോലെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് പോളിസീസും കാര്യങ്ങളും. ഇപ്പോൾ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നത് ഇപ്പോൾ പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും. പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസീസ് എന്താ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പോൾ ആ ഒരു പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ലൈക്ക് അവിടെയുള്ള HR ഡിപ്പാർട്ട്മെന്റിനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു കാർഡ് ഹോൾഡറിന്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഈ ഒരു കംപ്ലീറ്റ് ഒരു 6 റിക്വയർമെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു PCI DSS വരുന്നത്, ഈ ഒരു സ്റ്റാൻഡേർഡിൽ. ഇതിന്റെ ഒരു കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫോളോയിങ് PCI DSS റിക്വയർമെന്റ്സ് ക്യാൻ ലീഡ് ടു പെനാൽറ്റീസ് ഓർ ദ ലോസ് ഓഫ് പേയ്മെന്റ് കാർഡ് പ്രോസസിംഗ് പ്രിവിലേജസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു പേടിഎം ഇതുപോലെ എന്ത് ചെയ്തില്ല, ഈ ഒരു PCI DSS ഒന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള പെനാൽറ്റീസും അതുപോലെ തന്നെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിയമ നടപടികളും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും, നേരിടേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഡാറ്റാസോ കാര്യങ്ങളോ ബ്രീച്ച് ആവുക എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്കോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വലിയ രീതിയിലുള്ള ഒരു നിയമ നടപടി നേരിടുകയോ അല്ലാന്നുണ്ടെങ്കിൽ പെനാൽറ്റിക്ക് വിധേയമാവുകയോ ചെയ്യും. സോ ഇത്രത്തോളമാണ് PCI DSS വരുന്നത്. ക്ലിയർ ആണോ? PCI DSS ക്ലിയർ. ഓക്കെ. ദെൻ അടുത്ത ഒരു സ്റ്റാൻഡേർഡ് ആണ് ഹിപ്പ എന്ന് പറയുന്നത്. ഹിപ്പ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്, ഹിപ്പ. ഓക്കെ, ഹിപ്പ എന്ന് പറഞ്ഞാൽ ഒരു US ലോ ഡിസൈൻ ടു പ്രൊവൈഡ്, ഇത് പറഞ്ഞാൽ ഹിപ്പ ഇസ് എ US ലോ ഡിസൈൻ ടു പ്രൊവൈഡ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി protections for medical information. It ensure that healthcare information is managed securely and that patient privacy is respected. സോ ഹിപ്പ എന്ന് പറഞ്ഞാൽ US ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ലോ ആണ്. സോ ഈ ഒരു ഹിപ്പ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ UAE ഒക്കെ വരുന്ന നേരത്ത് വേറൊരു എന്താണ് ലോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് അദിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ലോ ആണ് UAE വർക്ക് ചെയ്യുന്നത്. അവിടെ ആ ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലെയുള്ള റെഗുലേഷൻസും കാര്യങ്ങളും അല്ലാതെ ലോസും കാര്യങ്ങളും ഈ ഒരു അദിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ലോന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഇതെന്തെയും രാജ്യങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ എന്താ US ഇപ്പോൾ ഹിപ്പയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇതുപോലെ എന്തിന് യൂസ് ചെയ്യുന്നത്, പ്രൊവൈഡ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഫോർ മെഡിക്കൽ ഇൻഫർമേഷന് ബന്ധപ്പെട്ടിട്ടുള്ളതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലാതെ പ്രൈവസി കീപ്പ് ചെയ്യുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലോ ആണെന്ത് US ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഒരു ലോ ആണ് ഈ ഹിപ്പ എന്ന് പറഞ്ഞത്. ഇറ്റ് എൻഷുർ ദാറ്റ് ദ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ ഈസ് മാനേജ്ഡ് സെക്യൂർലി ആൻഡ് ദാറ്റ് പേഷ്യന്റ് പ്രൈവസി ഈസ് റെസ്പെക്റ്റഡ്. ഇപ്പം എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഒരു രോഗിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് പോകാൻ പാടില്ല. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെനാൽറ്റി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡാറ്റാസും കാര്യങ്ങളും എന്തായിരിക്കണം, ശരിയായ രീതിയിൽ എന്തായിരിക്കണം, മാനേജ് ചെയ്തിരിക്കണം സെക്യൂർലി ആൻഡ് ദാറ്റ് പേഷ്യന്റ് പ്രൈവസി ഈസ് റെസ്പെക്റ്റഡ്. ഇപ്പോൾ അയാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള രോഗം ഉണ്ടെന്നുണ്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തുള്ള ആൾക്കാർ അറിയാൻ പാടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എന്താണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു രോഗി ഒരാളെന്ത് ചെയ്തു, ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു, ഇതുപോലെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ആ ഒരു ക്യാൻസർ ആണെന്നുള്ള കാര്യം ആ ഒരു രോഗിയും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ആരാണോ നോക്കിയിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ആരാണോ ഡയഗ്നോസിസ് ചെയ്തിട്ടുള്ളത് അയാൾ മാത്രം, ആ ഒരു ഡോക്ടർ മാത്രമേ അറിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ മാത്രമേ അറിയാൻ പാടുള്ളൂ. അല്ലാതെ ആ ഡോക്ടർ പോയിട്ട് ഇപ്പോൾ പുറത്ത് പറയും ഇയാൾക്ക് എന്താണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു റെഗുലേഷൻസിന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരുന്നുണ്ട്, ഈ ഒരു ഹിപ്പയിൽ വരുന്നുണ്ട്. ഈ ഒരു കീ റൂൾസ് ആൻഡ് റിക്വയർമെന്റ്സ്, ഹിപ്പയിൽ വരുന്ന കീ റൂൾസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആൻഡ് കോഡ് സെറ്റ് സ്റ്റാൻഡേർഡ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, റിക്വയർ ഓൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കണ്ടക്ടിങ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ടു യൂസ് ദ സെയിം ഹെൽത്ത് കെയർ ട്രാൻസാക്ഷൻ സ്റ്റാൻഡേർഡ്സ്, കോഡ് സെറ്റ്സ് ആൻഡ് ഐഡന്റിഫയേഴ്സ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലൈക്ക് നമ്മൾ ഈ ഒരു രോഗിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു മെഡിക്കൽ കോഡിങ്ങും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ആ ഒരു സെറ്റ് ഓഫ് കോഡും കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ്
സ്റ്റാൻഡേർഡ്സ് അതിൽ ആ ഒരു കോഡും കാര്യങ്ങളും ഈ ഒരു മെഡിക്കൽ കോഡിങ്ങും കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം അത്യാവശ്യം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതെന്ത് ചെയ്യണം? കീപ്പ് ചെയ്തിരിക്കണം. അതാണ് ഈ ഒരു ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആൻഡ് കോഡ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്വയർമെന്റ് ഓൾ ഹെൽത്ത് കെയർ പ്രൊവൈഡ്സ് കണ്ടക്ടിങ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ടു യൂസ് ദ സെയിം ഹെൽത്ത് കെയർ ട്രാൻസാക്ഷൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അതിൽ വരുന്ന കോഡ് സെറ്റും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ കോഡിലും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് ഓഫ് ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ രോഗികളുടെ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഐഡന്റിഫയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല? ഇതുപോലെ പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ അതും എന്ത് ചെയ്യണം? ഇതുപോലെ സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സിന് വിധേയമാവേണ്ടതുണ്ട്. ദെൻ പ്രൈവസി റൂൾസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ഫെഡറൽ ഓപ്പറേഷൻസ് ഫെഡറൽ പ്രൊട്ടക്ഷൻസ് ഫോർ പേഴ്സണൽ ഹെൽത്ത് ഇൻഫർമേഷൻ PHI ഹെൽഡ് ബൈ കവേർഡ് എൻറ്റിറ്റീസ് ആൻഡ് ഗിവ് പേഷ്യൻസ് റൈറ്റ്സ് ഓവർ ദെയർ ഹെൽത്ത് ഇൻഫർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ രോഗിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താ പാടില്ല? പുറത്തു പോകാൻ പാടില്ല. ആ രോഗിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ പ്രൈവസിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ആ രോഗിക്ക് ഇപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നാലാൾക്ക് ഇപ്പം നമ്മളാണ് ഡോക്ടർ എന്ന് നമ്മളെല്ലാവരോടും വിളിച്ച് പറയാൻ പാടില്ല ഇയാൾക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം. അതൊക്കെ ആ ഒരു പ്രൈവസി റൂൾസിനെ വയലേറ്റ് ചെയ്യുന്നതിൽ വരുന്നതാണ്. സോ ഈ ഒരു പ്രൈവസി റൂൾസിൽ അതിൽ വരുന്നതാണ്. ദെൻ സെക്യൂരിറ്റി റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്പെസിഫൈസ് safeguards administrative, physical, and technical for covered entities to protect confidentiality, integrity, and availability of the electronically protected healthcare EPHI. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നമ്മൾ ഈ ഒരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ഫിസിക്കലും ടെക്നിക്കലും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെക്നിക്കലി വരുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റംസ് അതിനകത്ത് ഉൾപ്പെടും. ദെൻ അവിടെ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള എന്ത് ചെയ്തിട്ടുണ്ടാവും? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പ്രിവിലേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തായിരിക്കണം? ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റിയും അതുപോലെ തന്നെ അവൈലബിലിറ്റി അവിടെ എന്തായിരിക്കണം? പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഈ ഒരു ഇലക്ട്രോണിക്കലി പ്രൊട്ടക്ട് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ, ആ രോഗിയുടെ ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഡാറ്റാസും കാര്യങ്ങളും എന്തായിരിക്കണം? പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്മിൻ പാനൽ ഇപ്പോൾ അതിന് എന്തിട്ടുണ്ട്? ആ ഒരു കംപ്ലീറ്റ്ലി അവിടെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു രോഗിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതിന് എന്ത് ചെയ്തിട്ടുണ്ടോ? ഈ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പ്രിവിലേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടുതൽ ഡാറ്റാസും കാര്യങ്ങളും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്ന പ്രിവിലേജസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവരുത്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി റൂൾസിന് അണ്ടറിൽ എന്ത് ചെയ്യണം? ഈ വക കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് അവൈലബിലിറ്റി അവിടെ മീറ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വരുന്നതും ഫിസിക്കലായിട്ടും ടെക്നിക്കലായിട്ടും വരുന്ന ഡാറ്റാസിനെ. അപ്പോൾ അതൊക്കെ സേഫ് ഗാർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ ഒരു സെക്യൂരിറ്റി റൂൾസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ നാഷണൽ ഐഡന്റിഫയർ റിക്വയർമെന്റ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? റിക്വയർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് പ്ലാൻസ് ആൻഡ് എംപ്ലോയേഴ്സ് ടു യൂസ് സ്റ്റാൻഡേർഡ് നാഷണൽ ഐഡന്റിഫയർ ഫോർ ട്രാൻസാക്ഷൻസ്. ഇവിടെ നമ്മൾ പറഞ്ഞു മെഡിക്കൽ കോഡിങ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഓരോ നാഷണൽ ഐഡന്റിഫൈസ് കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ലൈക്ക് ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവരുടെ ഹെൽത്ത് പ്ലാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു രോഗിയുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ഐഡന്റിഫയർ യൂസ് ചെയ്തിട്ട് ആയിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ ഒരു രോഗീനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ ലൈക്ക് ഒരു ഓപ്പറേഷൻ്റെ രീതിയിലേക്ക്, ഇപ്പോൾ ആ ഒരു ക്യാൻസറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഓപ്പറേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കീമോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു കീമോ കൊണ്ടൊന്നും മാറിയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഹയർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് പോകേണ്ട നേരത്തെ ഈ ഒരു ഡാറ്റാസ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യണം? ഈ ഒരു ഐഡന്റിഫയേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ എൻഫോഴ്സ്മെന്റ് റൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? provides the standards for enforcing all the administrative simplification rules, ensuring compliance and outline പെനാൽറ്റീസ് ഫോർ വയലേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു റൂൾ എന്തായിരിക്കണം? കറക്റ്റായിട്ട് വർക്ക് ആവണം. അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം? ഈ ഒരു റൂള് കംപ്ലീറ്റ് എൻഫോഴ്സ് ചെയ്യണം. ഇപ്പോൾ ലൈക്ക് ആ ഒരു റൂള് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പ്രൈവസി റൂൾസ് ആയിക്കോട്ടെ, സെക്യൂരിറ്റി റൂൾസ് ആയിക്കോട്ടെ, ഈ വക കാര്യങ്ങളൊക്കെ ഇതൊക്കെ കറക്റ്റായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. ആ ഒരു കംപ്ലയിൻസിലല്ല എന്താവാൻ പാടില്ല? യാതൊരു തരത്തിലുള്ള ഭിന്നതകളോ അല്ല യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ വരാൻ പാടില്ല. അതെന്താണ് പറഞ്ഞത്, ഇപ്പം എന്താണ് പറഞ്ഞേക്കുന്നത് ആ രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? ഇതുപോലെ പെനാൽറ്റീസും കാര്യങ്ങളും
ഉണ്ടാകും. വയലേഷൻസ് ഉണ്ടായാൽ ഇതുപോലെ പെനാൽറ്റീസും കാര്യങ്ങളുണ്ടാകും. അത് എന്ത് ചെയ്യണം? ഈ ഒരു ഹിപ്പയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആൻഡ് കോഡ് സെറ്റ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. ദെൻ പ്രൈവസി റൂൾസ് പറഞ്ഞു. സെക്യൂരിറ്റി റൂൾസ് പറഞ്ഞു. ദെൻ നാഷണൽ ഐഡന്റിഫയർ റിക്വയർമെന്റ് പറഞ്ഞു. ദെൻ എൻഫോഴ്സ്മെന്റ് റൂൾസ് പറഞ്ഞു. ദെൻ ബൈ ഫോളോയിങ് HIPAA, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ക്യാൻ എൻഷുർ ദ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ, പ്രൊട്ടക്റ്റഡ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് അവോയ്ഡ് ലീഗൽ പെനാൽറ്റീസ്. ഈ ഒരു നമ്മൾ ഈ ഒരു യുഎസിൽ നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇത് അവിടെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹിപ്പ ആയിരിക്കും നമ്മളവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ റൂൾസിൽ നമ്മൾ യൂസ് ചെയ്യുക. സോ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു റെഗുലേഷൻസും കാര്യങ്ങളും നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ, അല്ലാത്ത പക്ഷം നമുക്ക് ഇതുപോലെ പെനാൽറ്റീസും കാര്യങ്ങളും ഉണ്ടാകും. സോ ഇത്രയുമാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇത്ര സ്റ്റാൻഡേർഡ്സ് അല്ല നമുക്ക് സാധാരണ ഇപ്പോൾ പഠിക്കാനല്ല, പക്ഷേ ഇനിയും കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിയറി നീണ്ടു പോകുന്നുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റാൻഡേർഡും, ഒരു സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ റൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് ക്ലിയർ ആണോ ഇപ്പോൾ എടുത്തേക്കുന്നത്? ഇപ്പം എന്താണെന്ന് Clear ആണ്. മനസ്സിലാവും. ഓക്കെ. സോ ഞാനൊരു റൂം തരാം, അത് ചെയ്യാം. അതിലൊരു ഫസ്റ്റ് 3 ടാസ്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാം. എന്നിട്ട് ഞാൻ ഓരോരോ റൂം എന്തിനാണെന്നുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ സ്റ്റാൻഡേർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ. സോ ആ റൂമിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. എന്നെടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ ഇവിടെ ഞാൻ ലാബ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ആക്സസ് ചെയ്തിട്ട് അതിൽ വരുന്ന ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു 3 കാര്യം, അതിൽ 3 ടാസ്ക് ഉണ്ട്. അതെന്ത് ചെയ്യുക, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പറയാം. ഓക്കെ. എന്നിട്ട് അതിനകത്ത് ഈ GRC എന്താണെന്നുള്ള കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ. സോ ഇതിപ്പോൾ ചെയ്യാം.
ഗൈസ് അതിൽ മൂന്നാമത്തെ ടാസ്ക് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അതുവരെ മൂന്നാമത്തെ ടാസ്ക് വരെ നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അതുപോലെ തന്നെ റൂൾസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, സോ ഒരു ടാസ്ക് 3 കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറയാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ? അല്ലെ ഗവർണൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതെഴുതുന്നതിന് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആ എന്ന കാര്യങ്ങളൊക്കെ. മനസ്സിലാകും. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ടാസ്ക് 3 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പറയാം, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം.
ഗൈസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇനി ആ ഒരു റൂമിൽ കുറച്ച് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാനൊരു ഓവർവ്യൂ തരാം. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലാബ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം ബാക്കി. സോ നിങ്ങൾ ആ ഒരു ലാബിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ മൂന്നാമത്തെ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഗവർണൻസ് റിസ്ക് ആൻഡ് കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ GRC എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. സോ ഇതാണ് നമ്മൾ ആ ഒരു റൂം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഗവർണൻസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സോ ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നത് എന്തിനാണ് ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതെന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി അതിൻ്റെ ഇൻട്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ ടാസ്ക് 4 വരുന്നതാണ് GRC. ഓക്കെ, ഗവർണൻസ് റിസ്ക് ആൻഡ് കംപ്ലൈൻസ് എന്നാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ എന്താ പറയുക ഒരു പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് റൺ ആവുന്നുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും, അതുപോലെ റിസ്ക് അവോയ്ഡ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ ലൈക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി ഒരു ലോസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റ ബ്രീച്ചോ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഓവറോൾ ഓപ്പറേഷൻസിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു GRC എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഇപ്പോൾ നെസസറി ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ലൈക്ക് നമുക്ക് ഈ ഒരു ഡാറ്റ ബ്രീച്ചസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസും കാര്യങ്ങളും നേരിൽ നിന്ന് ഇപ്പോൾ അങ്ങനെ ആ ഒരു അറ്റാക്കോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും തടയാൻ ആവശ്യമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇതൊരു എന്താ പറയുക ആ ഒരു കമ്പനിനെ ഒരു സേഫ് പാത്തിൽ കൊണ്ട് നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി എന്തായാലും ഈ GRC എന്തായിരിക്കണം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ ഈ ഒരു കമ്പനിനെ എന്താ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ അത് സേഫ് ആയിട്ടുള്ള ഒരു പാത്തിലാണ്, റൈറ്റ് പാത്തിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സേഫ് ആണ്. അല്ല അതുപോലെ തന്നെ ആ ഒരു കമ്പനി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ അവിടെ നിന്ന് ആ ഒരു ഡാറ്റ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഈ ഒരു ടാസ്ക് 4 വരുന്ന ഈ ഒരു GRC. ഇതിനകത്ത് ഗവർണൻസ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കംപ്ലൈൻസ്, ഇതാണ് ഈ ഒരു GRCന്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞത്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ. അതിനകത്ത് വരുന്നതാണ് GDPR എന്ന് പറയുന്നത്. ഓക്കെ, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വരുന്നത് വെച്ചാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് അതിനകത്ത്. അത് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പീപ്പിൾസിന്റെ പേഴ്സണൽ ഡാറ്റാസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു GDPRനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലി ഓരോരുത്തർ അവനവൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു കമ്പനീസ് ഹാൻഡിൽ ചെയ്യുന്ന നേരത്ത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മളെ പല രീതിയിലുള്ള ഡാറ്റാസ്, ഇപ്പോൾ ഊബറിന് എന്ത് ചെയ്തിട്ടുണ്ട് ഡാറ്റ ബ്രീച്ചസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്തു, കസ്റ്റമർ ഡാറ്റാസും കാര്യങ്ങളും എന്ത് ചെയ്തു ലീക്കായി. സോ ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു GDPR ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോൾ അവിടെ ആ GDPR ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വഴി എന്ത് ഈ ഒരു പേഴ്സണൽ ഡാറ്റാസിന് ആവശ്യമായിട്ടുള്ള റെഗുലേഷൻസും കാര്യങ്ങളും എന്ത് ഈ ഒരു GDPR വഴി നമ്മൾ ഈ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിരിക്കണം. അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിലക്കും ഈ ഒരു കമ്പനി വഴി പുറത്തു പോകാനായിട്ട് പാടില്ല. ആ ഒരു ഊബറിന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ചയായിരുന്നു അത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു GDPRന്റെ ഈ ഒരു റെഗുലേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക സെറ്റ് ഓഫ് റൂൾസ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു GDPRന്റെ അകത്ത് വരുന്നതാണ് ഈ ഒരു ഡാറ്റ സബ്ജക്ട് റൈറ്റ്സ്, പേഴ്സണൽ ഡാറ്റ ബ്രീച്ചസ്, ഈ വക കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഒരു ഫ്രെയിം വർക്കാണ് ഈ ഒരു NIST എന്ന് പറഞ്ഞാൽ NIST. ഓക്കെ, NIST എന്ന് പറഞ്ഞാൽ NIST ഇതുപോലെ എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി, അതാണ് NISTന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസും നൽകുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലുള്ള സിസ്റ്റത്തിന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രൈവസി ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളിപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഡാറ്റാസും കാര്യങ്ങളുണ്ട്. അതിനെ ഓവറോൾ ആയിട്ട് എന്ത് ചെയ്യുക പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ NIST എന്ന് പറഞ്ഞത്. ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. NISTന്റെ അണ്ടറിൽ വരുന്നതാണ് NIST 853 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്ത് ഒരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞത്. ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് NISTന്റെ 853 ബേസ്ഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രോഗ്രാം. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ മറ്റൊരു ഫ്രെയിം വർക്ക് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, NIST 863B എന്ന് പറഞ്ഞിട്ടില്ലേ. ഓക്കെ, സോ ഇത് ഓരോന്ന് എന്താണെന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുക. ദെൻ അടുത്തൊരു ടാസ്ക് 7നകത്ത് വരുന്നതാണ് ISO IEC
27001 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കംപ്ലയിൻസ് വരുന്നുണ്ട്. ആ ഒരു കംപ്ലയിൻസിൽ എന്താ പറയുന്നത് വെച്ചാൽ അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. ISO നമുക്കറിയാം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അതിനകത്ത് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു ISO IEC 27001 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു നമ്മളൊരു ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ സേഫ് ആയിട്ട് നിൽക്കാൻ, അതുപോലെ തന്നെ അവിടെ വരുന്ന റിസ്ക്കും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സെക്യൂരിറ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കൺട്രോൾസ് മാനേജ് ചെയ്യാനും അതുവഴി ത്രെറ്റ്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത് ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ ഒരു സ്റ്റാൻഡേർഡ് അഡോപ്റ്റ് ചെയ്യുന്ന വഴി എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യാനും മറ്റ് കസ്റ്റമേഴ്സിന്റെ പാർട്ട്നേഴ്സിന്റെ ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാനും. നമ്മളിപ്പോൾ നമ്മുടെ ഒരു കമ്പനിയിൽ ഈ ഒരു ISO IEC 27001 ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ആൾക്കാരുടെ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് പിടിച്ചു പറ്റാനായിട്ട് പറ്റും. ദെൻ അടുത്ത അവസാനമായിട്ട് വരുന്ന മറ്റൊരു ഇതുപോലുള്ള ഒരു സ്റ്റാൻഡേർഡാണ് സർവീസ് ഓർഗനൈസേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞത്. ഓർഗനൈസേഷൻ കൺട്രോൾ 2 എന്ന് പറഞ്ഞത് SOC 2. ഈ ഒരു SOC സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ എന്ത് വരുന്നുണ്ട്, ഒരു ഒരു മേഖല ഡിഫൻസീവ് സെക്യൂരിറ്റിനകത്ത് ഒരു പാർട്ട് വരുന്നുണ്ട്. പക്ഷെ അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സർവീസ് ഓർഗനൈസേഷൻ കൺട്രോൾസ് ആണ്. ഓക്കെ, സോ ഇത് വേറെ തന്നെയാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട് മാനേജ് ചെയ്യാനും അത് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള അവിടെ ഒരു 5 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു 5 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സെക്യൂരിറ്റി, അവൈലബിലിറ്റി, പ്രോസസ്സിംഗ്, ഇന്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൈവസി, ഈ ഒരു 5 കാര്യങ്ങൾ എന്ത് ചെയ്യും മീറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കസ്റ്റമേഴ്സിന്റെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു SOC 2. SOC 2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സർവീസ് ഓർഗനൈസേഷൻ കൺട്രോൾ 2. ഇതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു ലാബിൽ ചെയ്യാനുള്ളത്. ഇതുവഴി എന്ത് ചെയ്യും, ഒരു ഒട്ടുമിക്ക സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യുക, ഈ ഒരു റൂം എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ആ ഒരു ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇതൊരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു റൂം കംപ്ലീറ്റ് ചെയ്യുക. ഇതിനകത്ത് ഓരോ പ്രൈവസി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മൊഡ്യൂളിൽ ക്ലിയർ അല്ലേ എല്ലാവർക്കും? എന്താ അവസ്ഥ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്ലാസ് തൊട്ടിട്ട് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാളെ തൊട്ടിട്ട് എന്ത് ചെയ്യാം, അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാവുന്നതാണ്. ആ ഒരു റൂം എന്തായാലും മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ തീർക്കണം. അത് എന്തായാലും കവർ ചെയ്ത് പോകണം. കാരണം അതിനകത്ത് ഈ ഒരു സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് 2 സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നല്ലത്. നിങ്ങൾക്ക് ആ ഒരു CHന്റെ ഇതിനകത്ത് ഇനിയും കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഉണ്ട്. അത് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നീണ്ടു പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് പറയും, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിട്ട് തരികയാണ് ചെയ്തത്. സോ വേറെ ഡൗട്ട്സും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം.